Good afternoon, all. Good afternoon, ma'am. Good afternoon. Good afternoon, ma'am. Good afternoon. Okay, ഇപ്പൊ കഴിഞ്ഞ ക്ലാസ്സിലെടുത്തൊക്കെ വായിച്ചു നോക്കിയായിരുന്നോ? ട്രാൻസ്ഫർ ഓഫ് പേഷ്യന്റ് ആണ് നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ എവിടെ വരെയാ എടുത്ത് നിർത്തിയെന്ന് ഓർമ്മയുണ്ടോ? ഈ എലമെന്റ്സ് അല്ലെ. ഓക്കെ, അപ്പൊ നമ്മള് നെക്സ്റ്റ് നോക്കാനുള്ളത് കീ എലമെന്റ്സ് ഫോർ ട്രാൻസ്ഫർ ഓഫ് എ സെൽ ക്രിട്ടിക്കൽ ഇൽ പേഷ്യന്റ് ആണ്. അപ്പോ ഇതുവരെ എടുത്തതിൽ ഡൗട്ടുകളൊന്നും ഇല്ലല്ലോ? സ്റ്റാർട്ട് ചെയ്യാലോ? ഓക്കെ, നോക്കാം. എന്താണ് നമുക്കല്ലേ ഒരു ക്രിട്ടിക്കലി ഇൽ പേഷ്യന്റ് ആയിട്ടുള്ള ഒരു പേഷ്യന്റിനെ നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നമുക്കറിയാം ഓരോ ഹോസ്പിറ്റലിൽ നിന്ന് മറ്റൊരു ഹോസ്പിറ്റലിലേക്ക് എത്തുന്നത് വരെ നമ്മൾ കെയർഫുൾ ആയിട്ട് തന്നെ ഹാൻഡിൽ ചെയ്യണം അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ വേണ്ടത്ര മുൻകരുതലുകൾ എടുത്തതിന് ശേഷം മാത്രമാണ് ഈ ഒരു ഇതിലേക്ക് അല്ലെ ഒരു ട്രാൻസ്ഫർ പ്രൊസീജിയറിലേക്ക് കടക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ആദ്യമായി തന്നെ നമുക്കറിയാം ട്രാൻസ്ഫർ നടത്തുന്നതിന് മുമ്പ് തന്നെ ഒരു ഡിസിഷൻ എടുക്കണം അല്ലെ. വേണോ വേണ്ടയോ, എങ്ങനെയാണ് കൊണ്ടുപോകേണ്ടത്, ആരൊക്കെ അക്കോമഡേറ്റ് ചെയ്യാം, എന്തൊക്കെ എക്യുപ്മെന്റ്സ് ഇതിനോടൊപ്പം തന്നെ വഹിക്കണം, അതിനെ കുറിച്ചിട്ടൊക്കെ കൃത്യമായിട്ടുള്ള ഒരു രൂപരേഖ തയ്യാറാക്കേണ്ടതുണ്ട് അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ ഫസ്റ്റ്ലി വരുന്നത് ഡിസിഷൻ ടു ട്രാൻസ്ഫർ ആൻഡ് കമ്മ്യൂണിക്കേഷൻ. തീർച്ചയായിട്ടും നമുക്കറിയാം ഒരു ഡിസിഷൻ എടുക്കേണ്ടതുണ്ട്. എന്താണ് നമ്മളാണെങ്കിലും ഹോസ്പിറ്റലാണെങ്കിലും ഒരു രോഗിയെ അല്ലെ നമ്മുടെ റിലേറ്റീവ്സിന് ആരെയാണെങ്കിലും എന്താണ് ഒരു ഹോസ്പിറ്റലിൽ പെട്ടെന്ന് കൊണ്ടുപോകുമ്പോൾ തീർച്ചയായിട്ടും അവരൊരു ഡിസിഷൻ എടുക്കും, വേണോ അല്ലെ അവിടെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകേണ്ടതുണ്ടോ എന്നുള്ള കാര്യങ്ങൾ സാധാരണയായിട്ട് ഡോക്ടറുടെ സാന്നിധ്യത്തിൽ തന്നെയായിരിക്കും ആ ഒരു ഡിസിഷൻ എടുക്കുന്നത്. The decision to shift the patient is important vulnerability of exposure of the patient and the staff to extra risk and extra expense for the relatives and the hospital. ഓക്കെ, അവിടെ എന്താണ് പ്രധാനമായിട്ട് പറയുന്ന പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് എന്താണ് ഒരു ഡിസിഷൻ അല്ലെ, ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അല്ലെ. നമ്മളെ തീർച്ചയായിട്ടും ആ പേഷ്യന്റിനെ സംബന്ധിച്ച് സമയത്ത് നമുക്ക് ദുർബലാവസ്ഥയായ ഒരു ടൈമിലാണ് പേഷ്യന്റിനെ നമ്മൾ ക്രിട്ടിക്കൽ സ്റ്റേജസ് ആയിട്ടുള്ള പേഷ്യന്റിനെയാണ് നമ്മൾ കൈകാര്യം ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ദുർബലാവസ്ഥയിൽ ഇരിക്കുന്ന സാഹചര്യത്തില് പേഷ്യന്റിനെ കൊണ്ടുപോയാല് എക്സ്ട്രാ റിസ്ക് തീർച്ചയായിട്ടും റിലേറ്റീവ്സും എടുക്കേണ്ടതായിട്ട് വരും. അതോടൊപ്പം തന്നെ എന്താണ് അവിടെ അല്ലെ അവിടെ കെയർ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നവര് തീർച്ചയായിട്ടും എക്സ്ട്രാ എക്സ്പെൻസ് അതുമായി ബന്ധപ്പെട്ട് വരുന്നതിന് വഹിക്കേണ്ടതായിട്ട് വരും. തീർച്ചയായിട്ടും നമുക്കറിയാം ഒരു പേഷ്യന്റിന്റെ ജീവൻ നിലനിർത്താൻ ആവശ്യമായിട്ടുള്ള ഘടകങ്ങൾ എന്താണോ അത് ചെയ്തു കൊടുക്കുക എന്നുള്ള ഒരു പ്രാധാന്യം അത് കണക്കിലെടുത്തുകൊണ്ട് തന്നെയായിരിക്കും ഒരു തീരുമാനത്തിലെത്താനായിട്ട് ഡോക്ടേഴ്സും അല്ലെ അവിടെ റിലേറ്റീവ്സും തീരുമാനത്തിലെത്താനായിട്ട് ശ്രമിക്കുന്നത്. അപ്പൊ അതുകൊണ്ടാണ് പറയുന്നത് ദ ഡിസിഷൻ ടു ഷിഫ്റ്റ് ദ പേഷ്യന്റ് ഈസ് ഇമ്പോർട്ടന്റ്. ഒരു തീരുമാനം എടുക്കുക എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം ദുർബലാവസ്ഥയിലായിട്ടുള്ള ഒരു പേഷ്യന്റ് ആണ് അല്ലെ. അപ്പൊ അവിടെ എക്സ്ട്രാ റിസ്ക് എടുക്കുമ്പോൾ അല്ലെങ്കിൽ എക്സ്ട്രാ എക്സ്പെൻസ് കൊടുക്കുമ്പോൾ അതിൻ്റെതായിട്ടുള്ള മൂല്യം ഉണ്ടാകുക എന്നുള്ളത് തീർച്ചയായിട്ടും ഡോക്ടറും റിലേറ്റീവ്സും കൂടി ചേർന്നിട്ടായിരിക്കും ഒരു ഡിസിഷൻ എടുക്കുന്നത്. ഓക്കെ, ഒരു എന്തായാലും ഇത്ര പെർസെന്റേജ് അല്ലെ ഒരു 10%, 25% അതിലേക്കുള്ള ചാൻസുകൾ ഉണ്ടെന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും റിലേറ്റീവ്സ് ആ എക്സ്ട്രാ റിസ്ക് എടുക്കാനായിട്ട് തയ്യാറാവുന്നു. നെക്സ്റ്റ് എന്താണ് ദ ഡിസിഷൻ. ഓക്കെ അല്ലേ, ഫസ്റ്റ് പോയിന്റ്. ഓക്കെ, കണ്ടിന്യൂ ചെയ്യാലോ. The decision to transfer the patient is decided by a senior consultant level doctor by way of discussion with the patient's relatives about the benefits and the risks involved. തീർച്ചയായിട്ടും നമുക്കറിയാം ഇങ്ങനെ ഡിസിഷൻ എടുക്കുന്ന സമയത്ത് ഡോക്ടർ എന്താണ് അവരുടെ അല്ലെ എന്തൊക്കെയാണ് ബെനിഫിറ്റ്സ്, നിങ്ങൾ ഇങ്ങനെ കൊണ്ടുപോയി കഴിഞ്ഞാൽ ഇതിന്റെ സാഹചര്യങ്ങൾ ഉപയോഗിക്കാൻ സാധിക്കും അല്ലെ, ആരോഗ്യയുടെ നില മെച്ചപ്പെടാനായിട്ടുള്ള സാധ്യതകളുണ്ട്, കേസ് കൊടുക്കുന്ന മെഡിസിനോട് റിയാക്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ എത്രയും പെട്ടെന്ന് നമുക്ക്
ഒരു പുരോഗതി വേണമെങ്കിൽ ഇത്രയുള്ള സാഹചര്യങ്ങളുള്ള ഹോസ്പിറ്റലിലേക്ക് നമ്മൾ കൊണ്ടുപോകേണ്ടതാണ്. അപ്പൊ തീർച്ചയായിട്ടും സീനിയർ കൺസൾട്ടന്റ് ആയിരിക്കും ഇത്തരത്തിലുള്ള ഒരു ഡിസ്കഷനിലേക്ക് എത്തിപ്പെടുന്നത് അല്ലെ. സാധാരണയായിട്ട് നമുക്കറിയാം ഒരു വലിയ വലിയ ഹോസ്പിറ്റലൊക്കെ ആണെങ്കിൽ ഒരു ജൂനിയർ ഡോക്ടേഴ്സ് ഒക്കെ ആയിരിക്കും ഒരു ഇങ്ങനെ മറ്റൊരു ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകണം എന്നുള്ള ഒരു ജസ്റ്റ് സജഷൻ ഒക്കെ ഇൻ കേസ് എന്താണ് റിലേറ്റീവ്സിനോടൊക്കെ പറയും. പക്ഷെ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്കറിയാം സീനിയർ കൺസൾട്ടന്റ് ഡോക്ടർ ആയിരിക്കും തീർച്ചയായിട്ടും അവരോട് ഡിസ്കസ് ചെയ്യുക. ഇന്ന കാര്യങ്ങൾ അല്ലെ, തീർച്ചയായിട്ടും ഇതിൻ്റെതായിട്ടുള്ള ബെനിഫിറ്റ്സ് ഇങ്ങനെ മറ്റൊരു ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയാൽ അല്ലെങ്കിൽ മറ്റൊരു സൗകര്യം ഈ രോഗിക്ക് കൊടുത്താൽ ഉണ്ടാവുന്ന കാര്യങ്ങൾ അല്ലെ, പ്രധാനമായിട്ടുണ്ടാവുന്ന ബെനിഫിറ്റ്സുകൾ എന്തൊക്കെയാണെന്ന് അതുമായി ബന്ധപ്പെട്ട് വരാൻ സാധ്യതയുള്ള റിസ്കുകളും നമുക്കറിയാം ട്രാൻസ്ഫർ ചെയ്യുന്ന ആ ഒരു ടൈമിൽ എടുക്കുന്ന കെയർഫുൾ ആയിട്ടുള്ള ഹാൻഡ്ലിങ് ആവശ്യമാണെന്നുള്ള കാര്യങ്ങളൊക്കെ തീർച്ചയായിട്ടും ഫിസിഷ്യൻ റെക്കമെൻഡ് ചെയ്യും. ഓക്കെ, അവരോട് നിർദ്ദേശിക്കുകയും പരാമർശിക്കുകയൊക്കെ ചെയ്യും. നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ റിട്ടൺ ആൻഡ് ഇൻഫോംഡ് കൺസെന്റ് ഓഫ് ദ പേഷ്യൻസ് റിലേറ്റീവ്സ് along with the reasons to transfer is compulsory before the transfer. തീർച്ചയായിട്ടും നമുക്കറിയാം ഒരു റിട്ടൺ അല്ലെ, ഏതൊരു ഡോക്ടർ ആണെങ്കിലും ഏതൊരു ഹോസ്പിറ്റലിൽ നിന്നാണെങ്കിലും ഒരു വ്യക്തിയെ മറ്റൊരു ഹോസ്പിറ്റലിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ അവരെ പ്രധാനമായിട്ട് ശ്രദ്ധിക്കുന്ന ഒരു കാര്യം റിട്ടൺ ആയിട്ടുള്ള ഒരു ഡിക്ലറേഷൻ അല്ലെ, കൃത്യമായിട്ട് തന്നെ ഇൻഫോർമേഷൻസ് ഒക്കെ അല്ലെ, ഈ രോഗി ഇന്ന ടൈമിലാണ് അഡ്മിഷൻ വന്നിരിക്കുന്നത് ഇന്ന കാര്യങ്ങളൊക്കെ എന്നുള്ളത് അതിന്റെ ആ ഒരു ആഫ്റ്റർ അല്ലെ മിക്കവാറും അങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് ഒക്കെ അല്ലെ അതെല്ലാം ഇൻഫോം ചെയ്തുകൊണ്ട് തന്നെ ഒരു കൺസേൺഡ് ഫോം തീർച്ചയായിട്ടും എന്താണ് ഡോക്ടറിന്റെ ഇതിൽ തന്നെ റിട്ടൺ ആൻഡ് ഇൻഫോംഡ് കൺസെന്റ് ഓഫ് ദ പേഷ്യൻസ് റിലേറ്റീവ്സ് അലോങ് വിത്ത് ദ റീസൺ ടു ട്രാൻസ്ഫർ ഇസ് കമ്പൽസറി ബിഫോർ ദ ട്രാൻസ്ഫർ. തീർച്ചയായിട്ടും അവരുടെ പക്കൽ നിന്നും അവരുടെ ഒപ്പുകൾ ശേഖരിച്ചതിന് ശേഷം മാത്രമാണ് ഈ രോഗിയെ പറഞ്ഞയക്കുകയുള്ളൂ. കാരണം എന്താണ് സമ്മതത്തോടു കൂടിയിട്ടാണ് ഈ രോഗിയെ കൊണ്ടുപോകുന്നത് എന്ന് ഉറപ്പുവരുത്താനാണ്. ആഫ്റ്റർ എന്തെങ്കിലും അല്ലെ എന്തെങ്കിലും പ്രോബ്ലംസ് ഒക്കെ ഉണ്ടാവുകയാണെങ്കിൽ അതിനെ ഫേസ് ചെയ്യാനായിട്ട് ഒരു എവിഡൻസ് കൂടിയാണ് റിലേറ്റീവ്സിന്റെ സമ്മതത്തോടു കൂടിയിട്ടാണ് രോഗിയെ പറഞ്ഞു വിട്ടത്. ഓക്കെ, അങ്ങനെയുള്ള ഒരു റിട്ടൺ ഡിക്ലറേഷൻ അത് സൈൻ ചെയ്ത് മേടിക്കേണ്ടതാണ്. നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ ഡയറക്റ്റ് കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ ദ ഷിഫ്റ്റിംഗ് ആൻഡ് റിസീവിംഗ് ഫെസിലിറ്റി ഷുഡ് ബി by sharing complete information on the patient's clinical condition, treatment being given, reasons for transfer, method of transfer and timeline of transfer in a written document. ഓക്കെ, നമുക്കറിയാം അതില് ഡയറക്റ്റ് ആയിട്ടുള്ള കുറെ കമ്മ്യൂണിക്കേഷൻസ് അവിടെ നടത്തപ്പെടുന്നുണ്ട്. അതായത് ഷിഫ്റ്റ് ചെയ്യുന്നത് അല്ലെ അവിടെ സൗകര്യപ്രദമായിട്ടുള്ള റിസീവിംഗ് ഫെസിലിറ്റീസിൽ എന്തൊക്കെയാണോ കാര്യങ്ങൾ അതിനെ കുറിച്ചിട്ടൊക്കെ കൃത്യമായിട്ട് തന്നെ ഇൻഫോർമേഷൻസ് ലഭിക്കുന്നത് മാത്രമല്ല തീർച്ചയായിട്ടും പറയുന്ന മറ്റു കാര്യങ്ങൾ എന്താണ്, ഏത് രീതിയിലൂടെയാണ് ഈ വ്യക്തിയെ കൊണ്ടുപോകുന്നത് അല്ലെ അവിടെ പ്രത്യേകം പറയുന്നുണ്ട്. പേഷ്യൻസിന്റെ ഇപ്പോഴത്തെ ക്ലിനിക്കൽ കണ്ടീഷൻ എന്താണ്, തന്നെ ട്രീറ്റ്മെന്റ് ബീങ് ഗിവൺ ഇവർക്ക് ഇപ്പൊ എന്തൊക്കെ ട്രീറ്റ്മെന്റ് ആണ് കൊടുത്തിരിക്കുന്നത്, റീസൺ ഫോർ ട്രാൻസ്ഫർ എന്തുകൊണ്ടാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്, മെത്തേഡ് ഓഫ് ട്രാൻസ്ഫർ ഏത് വഴിയിലാണ് അല്ലെ ഏത് രീതിയും മാർഗം ഉപയോഗിച്ചിട്ടാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്, ടൈം ലൈൻ ഓഫ് ട്രാൻസ്ഫർ ആ സമയം ഏത് സമയത്താണ് ഈ വ്യക്തിയെ ട്രാൻസ്ഫർ ചെയ്യുന്നത്, ഇതെല്ലാം തന്നെ റിട്ടൺ ഡോക്യുമെന്റിൽ ഉൾപ്പെടുത്തിയിട്ടാണ് ട്രാൻസ്ഫർ പ്രൊസീജിയർ നടപ്പാക്കുന്നത്. അപ്പൊ തീർച്ചയായിട്ടും നമുക്കറിയാം ഒരു ഡിസിഷൻ എടുക്കേണ്ടതായിട്ട് വരുന്നു. റിലേറ്റീവ്സും ഫിസിഷ്യന്റെ ഒക്കെ സാന്നിധ്യത്തിലാണ് ഒരു ഡിസിഷൻ എടുക്കുന്നത്. ആ ഡിസിഷൻ എടുക്കുന്ന ടൈമിൽ തന്നെ ട്രാൻസ്ഫർ ചെയ്താൽ കിട്ടുന്ന ബെനിഫിറ്റിനെ കുറിച്ചിട്ടും ഇൻ കേസ് അതുമായി ബന്ധപ്പെട്ട് വരുന്ന റിസ്കുകളെ കുറിച്ചിട്ടൊക്കെ ബോധവാന്മാരാക്കുന്നു. അതിനുശേഷം നമുക്കറിയാം ഒരു അല്ലെ കൺസെന്റ് ഫോം തീർച്ചയായിട്ടും റിലേറ്റീവ്സിൽ നിന്നെല്ലാം സൈൻ ചെയ്ത് മേടിക്കുന്നു. അത് മാത്രമല്ല ഈ ഡിക്ലറേഷൻ അല്ലെ ഒരു ഫോമില് എല്ലാം തന്നെ അല്ലെ ഇത് വരുമ്പോഴുണ്ടായിരുന്ന അവസ്ഥ ഇപ്പോ ട്രാൻസ്ഫർ ചെയ്യുമ്പോഴുണ്ടാകുന്ന അവസ്ഥ ആ ടൈമിൽ എടുക്കുന്ന മെഡിസിൻ കാര്യങ്ങള് എന്താണ് ഈ പേഷ്യന്റിന്റെ ഇപ്പോഴത്തെ അല്ലെ അവസ്ഥകൾ എന്തൊക്കെയാണ്, ഏത് രീതിയിലാണ് ഈ വ്യക്തിയെ ട്രാൻസ്ഫർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, അതേമാതിരി തന്നെ ഏത് സമയത്താണ്, ഇതെല്ലാം തന്നെ എഴുതി തയ്യാറാക്കിയ ഡോക്യുമെന്റ് പേപ്പറോട് കൂടിയിട്ടാണ് ഈ വ്യക്തിയെ ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് അനുവദിക്കുന്നത്. ഓക്കെയാണോ? വായിച്ചു നോക്കേണ്ടതുണ്ടെങ്കിൽ ജസ്റ്റ് വായിച്ചു നോക്കാം.
ഓക്കെ ആണോ? കണ്ടിന്യൂ ചെയ്യാലോ. നെക്സ്റ്റ് എന്ന് പറയുന്നത് അടുത്ത ഒരു ഭാഗം, അതായത് പ്രീ ട്രാൻസ്ഫർ സ്റ്റെബിലൈസേഷൻ ആൻഡ് പ്രിപ്പറേഷൻ. ഈ രോഗിയെ കൊണ്ടുപോകാനുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നെക്സ്റ്റ് സ്റ്റെപ്പ് ഈ രോഗിയെ കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ട് തയ്യാറാക്കുക എന്നുള്ളതാണ്. ഓക്കെ, അതാണ് പ്രീ ട്രാൻസ്ഫർ സ്റ്റെബിലൈസേഷൻ ആൻഡ് പ്രിപ്പറേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, നോക്കാം. എ പ്രോപ്പർ ആൻഡ് ക്ലിയർ പ്രിപ്പറേഷൻ ആൻഡ് equilibrium of the patient should be done prior to transfer to prevent any accidental events or deterioration worsening of the patient's clinical conditions. ഓക്കെ, നമ്മള് സാധാരണ രീതിയിൽ ഒരു രോഗിയെ മറ്റൊരു പ്ലേസിലേക്ക്, അതായത് നമുക്കറിയാം ക്രിട്ടിക്കലി ഇൽ പേഷ്യന്റ് ആണ് അല്ലെ. അപ്പോ ചിലപ്പോഴൊക്കെ നമ്മൾ പറയാറുണ്ട് ആ രോഗിയെ അവിടുന്ന് ട്രാൻസ്ഫർ അല്ലെ, അവിടുന്ന് ഷിഫ്റ്റ് ചെയ്ത് മറ്റൊരു ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകണം. ആ ടൈമിലാണ് രോഗിക്ക് അല്ലെ ആരോഗ്യം നല്ല വഷളായി മാറിയത് എന്നൊക്കെ പറയാറുണ്ട് അല്ലെ. കാരണം നമുക്കറിയാം ആ രോഗി അത്രയും എന്താണ് ക്രിട്ടിക്കൽ ആയിട്ടുള്ള സ്റ്റേജിലാണ് കിടക്കുന്നത് അല്ലെ. ചിലപ്പോൾ നമുക്കറിയാം അവിടെ ചെന്ന് അല്ലെ പുതിയ ഹോസ്പിറ്റലില് ഉള്ള നൂതന സൗകര്യങ്ങൾ എത്തിച്ചേർന്നത് കൊണ്ട് തന്നെ രോഗി രക്ഷപ്പെടാനും സാധ്യതയുണ്ട്. അപ്പൊ രണ്ട് രീതിയിൽ നമുക്ക് ഈ ഒരു അവസ്ഥയെ കൈകാര്യം ചെയ്യേണ്ടതുണ്ട്. തീർച്ചയായിട്ടും ഈ കൊണ്ടുപോകുന്ന സമയത്ത് നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്തില്ലെങ്കിൽ രോഗിയുടെ ആരോഗ്യം നല്ല വഷളാവാനായിട്ടുള്ള സാധ്യതയുണ്ട് അല്ലെ. അതുകൊണ്ടാണ് പറയുന്നത് a proper and clear preparation and equilibrium of the patient should be done prior to transfer to prevent അല്ലെ. അവിടെ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അവരുടെ രോഗിയെ സന്തുലിതാവസ്ഥയിലാക്കണം അല്ലെ. വലിയ കുഴപ്പമില്ലാത്ത ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു സന്തുലിതാവസ്ഥയിലാക്കിയതിനു ശേഷം മാത്രമാണ് രോഗിയെ മറ്റൊരു പ്ലേസിലേക്ക് കൊണ്ടുപോകാനായിട്ട് സാധിക്കുകയുള്ളൂ അല്ലെ. അല്ലെങ്കിൽ എന്താ സംഭവിക്കാനായിട്ട് സാധ്യത? റെസിറ്റൈൽ ഈവൻസ് ഓർ ഡിറ്റോറിയേഷൻ വേഴ്സണിംഗ് ഓഫ് ദ പേഷ്യൻസ് ക്ലിനിക്കൽ കണ്ടീഷൻസ്. കാരണം എന്തിനു വേണ്ടിയിട്ട് അത് മുൻകരുതൽ എടുക്കണം എന്ന് പറയുന്നത് പെട്ടെന്നുള്ള എന്തെങ്കിലും പ്രോബ്ലംസ് വരാനായിട്ടുള്ള സാധ്യത അല്ലെ. റെസിറ്റൈൽ അല്ലെങ്കിൽ രോഗിയുടെ ആരോഗ്യം നല്ല വഷളാവാനായിട്ടുള്ള സാധ്യത ഉള്ളത് കൊണ്ട് തന്നെ എന്താണ് രോഗിയെ എത്രയും പെട്ടെന്ന് നല്ല രീതിയിൽ പ്രിക്കോഷൻസ് ഒക്കെ എടുത്ത് ആരോഗ്യം നല്ല ഇക്വിലിബ്രിയം ആക്കിയതിനു ശേഷം മാത്രമാണ് രോഗിയെ മറ്റൊരു പ്ലേസിലേക്ക് കൊണ്ടുപോകാൻ പാടുള്ളൂ. The patient should be properly reviewed and balanced to the maximum extent possible without a wasting undue time. നമുക്കറിയാം ആ സമയം എന്നൊക്കെ പറയുന്നത് വിലപ്പെട്ടതാണ് അല്ലെ. കൃത്യസമയത്ത് നമ്മൾ നല്ല ഫെസിലിറ്റി ഉള്ള ഹോസ്പിറ്റലിലേക്ക് എത്തിക്കേണ്ട സമയത്ത് തന്നെ എത്തിച്ചാലാണ് രോഗിക്ക് ആരോഗ്യം മെച്ചപ്പെടുത്തി കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ സമയത്തിന് തന്നെ ഈ രോഗിയെ ഒരുക്കുകയും വേണം അല്ലെ. അപ്പൊ ഇൻ ദ കോഴ്സ് ഓഫ് ദ പ്രിപ്പറേഷൻ, അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രിപ്പറേഷന് പേഷ്യന്റിന് എ ബി സി ഡി എന്ന കാറ്റഗറി ചെയ്ത് നമുക്ക് ഈ പേഷ്യന്റിനെ തിരിച്ചറിയാം അല്ലെ. ഓരോ പേഷ്യന്റിനെ നമുക്കറിയാം വ്യത്യസ്ത ആരോഗ്യ പ്രോബ്ലംസ് ആയിരിക്കും. ഒരാൾക്ക് ശ്വാസം മുട്ട് പ്രോബ്ലംസ് ആണെങ്കിൽ ഒരാളുടെ എന്താണ് അറ്റാക്ക് അല്ലെ, അവിടെ നെഞ്ചുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും അസുഖങ്ങളായിരിക്കും. മറ്റു പിള്ളേർക്ക് ബ്ലീഡിങ് അല്ലെ. ഏതെങ്കിലുമൊക്കെ തരത്തിലുള്ള വ്യത്യസ്ത അസുഖങ്ങളൊക്കെ ആയിട്ടുള്ള രോഗികളെയാണ് നമ്മൾ മറ്റൊരു പ്ലേസിലേക്ക് കൊണ്ടുപോകാനായിട്ട് സന്നദ്ധ പ്രകടിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ രോഗിയുടെ രോഗാവസ്ഥ അനുസരിച്ചിട്ട് രോഗിയെ കാറ്റഗറൈസ് ചെയ്ത് ഒരുക്കാവുന്നതാണ് എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ദ കോഴ്സ് ഓഫ് ദ പ്രിപ്പറേഷൻ പേഷ്യൻസ് എ ബി സി ഡി ആൻഡ് ദാറ്റ് ഇസ് എയർവേ, ബ്രീത്തിങ്, സർക്കുലേഷൻ ആൻഡ് ഡിസബിലിറ്റി. ഓക്കെ, നിങ്ങൾക്ക് താഴേക്ക് അതുമായി ബന്ധപ്പെട്ട് ഡീപ്പായിട്ട് പറയുന്നുണ്ട്. അതായത് ചെറുതായിട്ട് എയർവേ എന്താണ്, ബ്രീത്തിങ് എന്താണ്, സർക്കുലേഷൻ എന്താണ്, ഡിസബിലിറ്റി എന്നൊക്കെയുള്ള കാര്യങ്ങൾ ഇവിടെ പറയുന്നുണ്ട്. ഓക്കെ, എന്താണ് ഇവിടെ പറയുന്നത്? ഷുഡ് ബി എക്സാമിൻഡ് ആൻഡ് എനി കണക്റ്റഡ് ക്യൂറബിൾ പ്രോബ്ലംസ് ഷുഡ് ബി റെക്ടിഫൈഡ്. ഓക്കെ, ഇതുമായി ബന്ധപ്പെട്ടുള്ള രോഗാവസ്ഥയിലുള്ള പേഷ്യന്റ് ആണെങ്കിൽ, കാറ്റഗറൈസ് ചെയ്തിരിക്കുന്ന അതുമായി ബന്ധപ്പെട്ട രോഗാവസ്ഥയിലുള്ള പേഷ്യന്റ് ആണെങ്കിൽ ആ രീതിയിൽ തന്നെ ഇനിഷ്യേറ്റീവുള്ള ആക്ഷൻസ് ഒക്കെ എടുത്തതിന് ശേഷമാണ് രോഗിയെ മറ്റൊരു പ്ലേസിലേക്ക് കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കേണ്ടത്. ഇൻ ദിസ് കോണ്ടെക്സ്റ്റ് ദ യൂസ് ഓഫ് എ പ്രീ ട്രാൻസ്ഫർ ചെക്ക് ലിസ്റ്റ് ഹെൽപ്ഫുൾ. നമുക്കറിയാം പ്രീ ട്രാൻസ്ഫറിന്റെ ചെക്ക് ലിസ്റ്റ് എടുത്ത് അല്ലെ ആ രോഗിയുടെ ആ രോഗാവസ്ഥ അനുസരിച്ചിട്ടുള്ള ചെക്ക് ലിസ്റ്റ് ഫോം പരിശോധിച്ചാലോ ഒക്കെ രോഗിക്ക് ആവശ്യമായിട്ടുള്ള മുൻകരുതലുകൾ എടുത്തിട്ടുണ്ടോ എന്ന് ഉറപ്പുവരുത്താൻ സാധിക്കും. ഇതിന്റെ മെഡിസിൻസ് അല്ലെങ്കിൽ എക്യുപ്മെന്റ്സ് അല്ലെങ്കിൽ ആരോഗ്യം ആവശ്യമായിട്ടുള്ള എന്തെങ്കിലും ട്യൂബുകളൊക്കെ ഘടിപ്പിക്കേണ്ടതുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ എടുത്തിട്ടുള്ളത് ആ ചെക്ക് ലിസ്റ്റ് മുഖേന നമുക്ക് പരിശോധിച്ചിട്ട് ഈ രോഗിയെ പെട്ടെന്ന് തന്നെ ഒരുക്കി എത്രയും പെട്ടെന്ന് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെയാണോ? ജസ്റ്റ് ഇൻട്രൊഡക്ഷൻ ആണ് പറഞ്ഞത്. അതായത് രോഗിയെ പ്രീ ട്രാൻസ്ഫർ ചെയ്യുന്നതിന് മുമ്പുള്ള ഒരു പ്രിക്വേഷൻ.
ഓക്കെയാണോ? നോക്കാം. നമുക്ക് ഓക്കെ, നമുക്ക് നോക്കാം. എയർവേ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ശ്വാസതടസ്സമൊക്കെ ഉള്ള രോഗികൾ അല്ലെ, അങ്ങനെയൊക്കെയുള്ള രോഗികളെ കൊണ്ടുപോകുമ്പോൾ അതിനനുസരിച്ചിട്ടുള്ള എന്താണ് തീർച്ചയായിട്ടും പ്രിക്കോഷൻസ് ഒക്കെ എടുക്കണം. The patients with the possibility of airway compromise in this course of transfer should be electively intubated with the endotracheal tube, ETT. Endotracheal tube എന്നാണ് അത് ഷോർട്ട് ഫോം നമ്മൾ പഠിക്കേണ്ടതാണ്. ETT, endotracheal tube, with a cuff which should be fixed properly after verifying its exact position. അതായത് നമുക്ക് അല്ലേ, ചിലർക്ക് ശ്വാസതടസ്സമുള്ള രോഗികളാണ് എങ്കിൽ, ചിലപ്പോ നമുക്കറിയാം ബോധാവസ്ഥയിലുള്ള പേഷ്യൻസ് ഒക്കെയാണ് എങ്കിൽ അവർക്ക് ശ്വാസം അല്ലെ വലിച്ചെടുക്കാനായിട്ടുള്ള ആ ഒരു എന്താണ് സാധാരണ രീതിയിലുള്ള ബോധം അവർക്ക് ഉണ്ടാവണമെന്നില്ല. അപ്പൊ അവർക്ക് എന്താണ് ഇത്തരത്തിലുള്ള ഒരു എൻഡോട്രാക്കിയൽ ട്യൂബ് അത് വായയിലൂടെ ഉള്ളിലേക്ക് ഘടിപ്പിച്ചിട്ടാണ് അവർക്ക് ശ്വാസം നിലനിർത്താനായിട്ട് സഹായിക്കുന്ന ഒരു ട്യൂബാണ് എൻഡോട്രാക്കിയൽ ട്യൂബ് എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെയുള്ള രോഗികൾക്ക്, അങ്ങനെയുള്ള സ്വന്തമായിട്ട് ശ്വസിക്കാനായിട്ട് പ്രയാസം അനുഭവിക്കുന്ന രോഗികൾക്ക് അടിയന്തര സാഹചര്യങ്ങളിലാണ് ഈ എൻഡോട്രാക്കിയൽ ട്യൂബ് ഘടിപ്പിച്ചു കൊടുക്കുന്നത്. അതൊരു ഓപ്പൺ എയർവേയിലാണ് നിലനിർത്തുന്നത് അല്ലെ, ശ്വാസം മുട്ടല് തടയാനായിട്ട് സഹായിക്കുന്ന ഒരു സംഭവം തന്നെയാണ്. ഈ ട്യൂബിന്റെ സഹായത്തോടു കൂടിയിട്ടാണ് അവര് ശ്വാസം എടുക്കുന്നതും പുറന്തള്ളുന്നതും. ഓക്കെ, അങ്ങനെ വരുമ്പോൾ ആ എൻഡോട്രാക്കിയൽ ട്യൂബ് അവർക്ക് അങ്ങനെയുള്ള ശ്വാസതടസ്സമുള്ള രോഗികൾക്ക് ഘടിപ്പിച്ചിട്ടുണ്ട് എന്ന് ഉറപ്പുവരുത്തുക. Then which should be fixed properly after verifying its exact position. അത് എക്സാക്ട് കൃത്യമായിട്ടുള്ള പ്ലേസിൽ തന്നെയാണോ സ്ഥാപിച്ചിരിക്കുന്നത് എന്ന് ഉറപ്പുവരുത്തേണ്ടതാണ്. Some patients need a properly placed nasogastric tube in order to prevent aspiration of gastric contents during transfer. Okay, ചിലർക്കൊക്കെ ഇങ്ങനെ യാത്ര ചെയ്യുമ്പോഴൊക്കെ ഗ്യാസ്ട്രബിൾ പ്രോബ്ലംസ് ഒക്കെ ഉണ്ടാവാനായിട്ടുള്ള സാധ്യതയൊക്കെയുള്ള പേഷ്യൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അവർക്ക് നാസോഗാസ്ട്രിക് ട്യൂബ് അല്ലെ വായുവിലൂടെ തന്നെ മുക്കിലൂടെ നമുക്ക് ട്യൂബ് ഉപയോഗിച്ച് മെഡിസിൻസും അതേമാതിരി തന്നെ ഭക്ഷണ പദാർത്ഥങ്ങളൊക്കെ ചെറിയ അളവിലെങ്കിലും കൊടുക്കാൻ പറ്റുന്ന തരത്തിലുള്ള ട്യൂബിന്റെ സഹായം അല്ലെ, നാസോഗാസ്ട്രിക് ട്യൂബ് ഉപയോഗിച്ചുകൊണ്ട് പേഷ്യൻസിനെ ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് സാധിക്കും. സാധാരണ രീതിയിൽ വായുവിലൂടെ ഭക്ഷണം നോർമലി കഴിക്കാൻ പറ്റാത്ത പേഷ്യൻസിന് അല്ലെങ്കിൽ മെഡിസിൻസ് നോർമലി അവർക്ക് എടുക്കാൻ പറ്റാത്ത പേഷ്യൻസിനാണ് നമ്മൾക്ക് നാസോഗാസ്ട്രിക് ട്യൂബ് ഉപയോഗിച്ചിട്ട് ഇത്തരത്തിലുള്ള മെഡിസിൻസ് ഒക്കെ കൊടുക്കുന്നത്. ഓക്കെ, അത്തരത്തിലുള്ള പേഷ്യന്റ് ആണെങ്കിൽ ആ ട്യൂബുകളൊക്കെ കൃത്യമായിട്ടുള്ള പ്ലേസിലാണോ അത് ഉറപ്പിച്ചിരിക്കുന്നതെന്ന് ഉറപ്പ് വരുത്തേണ്ടതാണ്. എന്താണ് the cervical spine stabilization may be needed in some trauma patients. ഓക്കെ, ഇതേപോലെ തന്നെ സിവിയർ ആയിട്ട് അല്ലെ കഠിനമായിട്ടുള്ള നട്ടല് വേദനയും കാര്യങ്ങളൊക്കെ ഉള്ളവർക്ക് അതിൻ്റെതായിട്ടുള്ള പ്രിക്കോഷന് മുമ്പായിട്ട് അല്ലെ സ്പൈൻ ഇതായിട്ട് നട്ടലുമായിട്ടുള്ള ക്ഷതം സംഭവിക്കുന്ന ഓക്കെ റൈസ് ട്യൂബ് എന്ന് പറയാം. നമ്മളത് ഭക്ഷണം തന്നെ കൊടുക്കുന്ന ഒരു ട്യൂബാണ് റൈസ് ട്യൂബ് എന്ന് നമുക്ക് ഇതിനെ വിശേഷിപ്പിക്കാം. നാസോഗാസ്ട്രിക് ട്യൂബ്. ഓക്കെ, മൂക്കിലൂടെ തന്നെയാണ് റൈസ് ട്യൂബ് നമ്മൾ കൊടുക്കുന്നത്. ഓക്കെ, എന്താണ് അപ്പൊ എന്താണ് ഇതില് അല്ലെ നമ്മളിപ്പോ പറഞ്ഞത് എന്താണ് സ്പൈൻ അല്ലെ, സ്പൈനൽ ഇഞ്ചുറീസ് ഒക്കെ സംഭവിച്ചിരിക്കുന്ന പേഷ്യൻസ് ആണെങ്കിൽ അവർക്കും അതിൻ്റെതായിട്ടുള്ള പ്രിക്കോഷൻസ് മുൻകരുതൽ എന്നുള്ള രീതിയിൽ തന്നെ അവർക്കും അതിൻ്റെതായിട്ടുള്ള ഉറപ്പ് വരുത്തുന്ന തരത്തിലുള്ള ഏതുകൾ അല്ലെ അതിന്റെ ഒരു പാറ്റേൺ സംഭവങ്ങളൊക്കെ ആയിരിക്കും. അതെന്തായാലും അതും കൂടി ഉറപ്പിച്ച് അല്ലെ എന്താണ് cervical spine stabilization may be needed. ചില പേഷ്യൻസ് അല്ലെ, ഏത് പേഷ്യൻസ് ആണോ ആ പേഷ്യൻസിന് അതിന് അനുയോജ്യമായിട്ടുള്ള പ്രിക്കോഷൻസ് ഒക്കെ കൃത്യമായിട്ടുള്ള പ്ലേസിൽ തന്നെയാണോ അത് സജ്ജീകരിച്ചതെന്ന് ഉറപ്പ് വരുത്തിയതിനു ശേഷം മാത്രമാണ് പേഷ്യന്റിനെ മറ്റൊരു പ്ലേസിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് പാടുള്ളൂ. നമുക്കറിയാം പേഷ്യന്റിന് ആ ഹോസ്പിറ്റൽ നിലവിലുള്ള ഹോസ്പിറ്റലിൽ തന്നെ ചിലപ്പോൾ ഇത്തരത്തിലുള്ള ട്യൂബിന്റെ സഹായത്തോട് കൂടിയിട്ടായിരിക്കാം അവര് ആ ടൈമിലൊക്കെ എന്താണ് മൂവ് ചെയ്ത് പോയത് അല്ലെ, അവരുടെ ആ ഒരു സമയ പീരീഡിലൊക്കെ ചിലപ്പോൾ വേണമെങ്കിൽ നാസോഗാസ്ട്രിക് ട്യൂബും അതേമാതിരി എൻഡോട്രാക്കിയൽ ട്യൂബൊക്കെ യൂസ് ചെയ്തേക്കുന്ന പേഷ്യൻസ് ആയിരിക്കാം. അപ്പൊ കൊണ്ടുപോകുന്ന സമയത്തൊക്കെ അത് കൃത്യമായിട്ട് തന്നെയുള്ള പ്ലേസിൽ തന്നെയാണോ അത് സ്ഥാപിച്ചിരിക്കുന്നതെന്ന് ഉറപ്പ് വരുത്തിയതിനു ശേഷം മാത്രമാണ് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് പാടുള്ളൂ. ഓക്കെയാണോ?
ഓക്കെ, ഇവിടെ 2-3 കാര്യങ്ങളാണ് ജസ്റ്റ് പഠിക്കാനുള്ളത്. ATT എന്ന് പറയുന്നത് എൻഡോട്രാക്കൽ ട്യൂബ് ആണ്. ഓക്കെ, അതേമാതിരി തന്നെ നമ്മൾ പറഞ്ഞു നാസോഗാസ്ട്രിക് ട്യൂബ് നമുക്ക് സാധാരണ രീതിയിൽ ചെറിയ രീതിയിലുള്ള മെഡിസിൻസും അല്ലെ ചെറിയ രീതിയിൽ ലിക്വിഡ് രൂപേണയുള്ള ഭക്ഷണ പദാർത്ഥങ്ങളൊക്കെ കൊടുക്കാൻ പറ്റുന്നത്. റൈസ് ട്യൂബ് എന്ന് നമുക്ക് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം. അതേമാതിരി തന്നെ സെർവിക്കൽ സ്പൈനൽ സ്റ്റെബിലൈസേഷൻ നിലനിർത്താൻ വേണ്ടിയിട്ടൊക്കെ അവർക്ക് നട്ടലീശത സംഭവിച്ചവർക്ക് അതിൻ്റെതായിട്ടുള്ള മുൻകരുതലുകളൊക്കെ കറക്റ്റ് ആയിട്ട് തന്നെയാണ് എടുത്തതെന്ന് ഉറപ്പുവരുത്തേണ്ടതാണ്. കേളോ? ഓക്കെ, നമുക്ക് നെക്സ്റ്റ് നോക്കാനുള്ളത് ബ്രീത്തിങ് ആണ്. ഓക്കെ, നമ്മളിപ്പോ നേരത്തെ പറഞ്ഞ മാതിരി ശ്വാസം മുട്ടൽ അനുഭവപ്പെടുന്നവർക്കുള്ള കാര്യങ്ങൾ നമ്മൾ മുൻകരുതലുകൾ എടുത്ത് അടുത്തെന്ന് പറയുന്നത് നമുക്ക് സാധാരണ രീതിയിൽ ഒരു നിശ്ചിത ഓക്സിജൻ നമ്മളെ വലിച്ചെടുക്കുകയും പുറന്തള്ളുകയും ചെയ്യുന്ന കാർബൺ ഡയോക്സൈഡിന്റെ ഒക്കെ ഒരു അളവിനൊക്കെ കണക്കുണ്ട് അല്ലെ. അപ്പൊ അതൊക്കെ ഓക്കെയാണ്. ചിലരിൽ നമുക്കറിയാം ചില ക്രിട്ടിക്കലി ആയിട്ടുള്ള പേഷ്യൻസിൽ എന്താണ് അവർ ആവശ്യത്തിന് ആവശ്യത്തിനുള്ള ഓക്സിജൻ ഒന്നും വലിച്ചെടുക്കുന്ന അവസ്ഥ ഉണ്ടാവില്ല, അല്ലെങ്കിൽ കൃത്യമായിട്ട് തന്നെ കാർബൺ ഡയോക്സൈഡ് ഒന്നും പുറന്തള്ളുന്നുണ്ടാവില്ല. അങ്ങനെയുള്ള പേഷ്യൻസ് ആണ് എങ്കിൽ the ventilation should be sufficiently regulated with the optimization of the arterial blood gas values. അവിടെ കൃത്യമായിട്ട് തന്നെ ആ വെന്റിലേഷൻ ഒക്കെ സഫീഷ്യന്റ് ആയിട്ട് കറക്റ്റ് ആണോ എന്നുള്ളത് കൃത്യമായിട്ട് തന്നെ നിരീക്ഷിക്കേണ്ടതാണ്. അവിടെ ആർട്ടറിയൽ ബ്ലഡ് ഗ്യാസ് വാല്യൂസ്, അതായത് ABGS അല്ലെ GB, അതിന്റെ ആ ഒരു ഇതുകളുണ്ട്. കൃത്യമായിട്ട് നിങ്ങൾ ആ പ്രിവേഷനും കൂടി ഒന്ന് ജസ്റ്റ് നോട്ട് ചെയ്തേരെ. ABG അതായത് ആർട്ടറിയൽ ബ്ലഡ് ഗ്യാസ് വാല്യൂസ് ഇതാണ്. അതായത് കൃത്യമായ രീതിയിൽ നമ്മൾ ഓക്സിജൻ വലിച്ചെടുക്കുകയും കൃത്യമായിട്ടുള്ള അളവിൽ തന്നെയാണ് കാർബൺ ഡൈ ഓക്സൈഡ് പുറന്തള്ളുകയും ചെയ്യേണ്ടത് അല്ലെ. ആ ഒരു അളവില് വേരിയേഷൻസ് ഉണ്ട് എങ്കിൽ അതിന് അനുസരിച്ചിട്ടുള്ള ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതാണ്. ഓക്കെ, നമുക്കറിയാം ഓക്സിമീറ്റർ ഒക്കെ വെച്ചിട്ടായിരിക്കും അത് നമ്മൾ വിലയിരുത്തുന്നത്. അപ്പൊ നമുക്കറിയാം അതിൽ ഓക്കെ ആണോ ആ വാല്യൂ അനുസരിച്ചിട്ടുള്ള കൃത്യമായിട്ടുള്ള ഓക്സിജൻ ആ വ്യക്തിക്ക് വലിച്ചെടുക്കുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്താനായിട്ട് സാധിക്കും. ഓക്കെ, എന്താണ് in the suspected pneumothorax, chest drain should be installed before transfer, especially before air transport. In case നമ്മളിപ്പോ വായുമാർഗം ഉപയോഗിച്ചിട്ട് അല്ലെ നമ്മൾ എയർപ്ലെയിനിലോ ഹെലികോപ്റ്ററിലൊക്കെയാണ് ട്രാൻസ്ഫർ ചെയ്യണമെങ്കിൽ ആ പേഷ്യന്റിന് വീണ്ടും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യങ്ങൾ എന്ന് പറയുന്നത് ന്യൂമോത്രാക്സ് അല്ലെ. ന്യൂമോത്രാക്സ് എന്ന് പറയുമ്പോൾ സംശയാസ്പദമായിട്ടുള്ള രീതിയിലാണ് നമുക്കറിയാം ന്യൂമോത്രാക്സ് സംഭവങ്ങൾ ഉണ്ടാവാനായിട്ടുള്ള സാധ്യത അല്ലെ. ചിലപ്പോഴെങ്കിലും എന്താണ് നമ്മുടെ ഇതിനോട് ചേർന്ന് അല്ലെ നമ്മളുടെ സാധാരണയായിട്ട് എയർ ട്രാൻസ്പോർട്ടിന് മുമ്പ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ചെസ്റ്റിന് മുന്നിൽ അല്ലെ ഒരു ഡ്രെയിനേജ് സംവിധാനം ഉപയോഗിച്ചിട്ട് അവിടെ അടിഞ്ഞുകൂടിയിരിക്കുന്നത് അബ്രിവേഷൻ ABG ആർട്ടറിയൽ ബ്ലഡ് ഗ്യാസ് വാല്യൂസ്. ഓക്കെയാണോ? ഓക്കെ, അപ്പോ ഇതേ അവസ്ഥയിൽ നമുക്കറിയാം ന്യൂമോണിയൊക്കെ ബാധിച്ചിരിക്കുന്ന രോഗികളിലും ന്യൂമോത്രാക്സ് അല്ലെ അവർക്കും സംശയാസ്പദമായിട്ടുള്ള ഈ രോഗികൾക്കും ഈ പറഞ്ഞ മാതിരി ഓക്സിജന്റെ അളവുകളിൽ വേരിയേഷൻ ഒക്കെ ഉണ്ടാവാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പൊ അവിടെ അല്ലെ അവർക്കും അത്തരത്തിലുള്ള രോഗികളെയും ഈ രീതിയിൽ തന്നെ എക്സാമിൻ ചെയ്തതിനു ശേഷം മാത്രമാണ് നമ്മൾ പറഞ്ഞേക്കാനായിട്ട് പാടുള്ളൂ. അതേപോലെ തന്നെ ചെസ്റ്റ് ട്രെയിൻ എന്ന് പറയുന്നത് നമുക്കറിയാം എന്താണ് നെഞ്ചില് അല്ലെ അതിന്റെ ആ ഒരു കൃത്യമായിട്ടുള്ള ഫങ്ഷൻ നടപ്പാക്കാൻ പറ്റാത്ത രീതിയിലുള്ള പ്രോബ്ലംസ് ഉള്ളത് അല്ലെ. അവിടെ തീർച്ചയായിട്ടും എന്താണ് ചിലർക്കെങ്കിലും എന്തെങ്കിലും അടിഞ്ഞുകൂടി കിടക്കാനായിട്ടുള്ള സാധ്യതകളുണ്ട് അല്ലെ. അപ്പൊ അത് വലിച്ച് എടുത്ത് കളഞ്ഞിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം അല്ലെങ്കിൽ അത് വലിച്ചെടുക്കാനായിട്ട് സാധ്യമായ ചെസ്റ്റ് ട്രെയിൻ സ്ഥാപിച്ചതിന് ശേഷം അതാണ് പറയുന്നത് ചെസ്റ്റ് ട്രെയിൻ ഷുഡ് ബി ഇൻസ്റ്റാൾഡ് ബിഫോർ ട്രാൻസ്ഫർ. അങ്ങനെയുള്ള രോഗികളിലാണ് എങ്കിൽ ചെസ്റ്റ് ട്രെയിൻ സ്ഥാപിച്ചതിന് ശേഷം മാത്രമാണ് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് പാടുള്ളൂ. കാരണം
അവർക്ക് എന്താണ് നെഞ്ചില് പെട്ടെന്നുള്ള അസ്വസ്ഥത ഉണ്ടാവാനായിട്ടുള്ള സാധ്യത കൂടുതലാണ്. പ്രത്യേകിച്ച് എയർ ട്രാൻസ്പോർട്ടിന് അത് പ്രാധാന്യം കൊടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ആ എയർവേയിൽ തന്നെ നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ഷിഫ്റ്റ് ചെയ്യുന്ന ടൈമിൽ അവർക്ക് എന്തെങ്കിലും അസ്വസ്ഥത വരാനായിട്ടും പെട്ടെന്ന് ശ്വാസം നിലച്ചു പോകാനായിട്ട് അല്ലെങ്കിൽ എന്താണ് നമ്മുടെ ഹൃദയമിടിപ്പ് നിലച്ചു പോകാനായിട്ടുള്ള സാധ്യതകളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ എന്താണ് അത് ചെസ്റ്റ് ഡ്രെയിൻ സ്ഥാപിച്ചതിന് ശേഷം മാത്രമാണ് എയർ ട്രാൻസ്പോർട്ട് അനുവദിക്കാനായിട്ട് പാടുള്ളൂ. ഓക്കെ, ബ്രീത്തിങ്ങില് 1-2 പോയിന്റ്സ് ചെറുതായിട്ട് നിങ്ങൾ ബൈഹാർട്ടൊന്നും പഠിക്കേണ്ടതൊന്നുമില്ല, എന്നാലും ജസ്റ്റ് മനസ്സിലാക്കി പോവുക. ക്രിട്ടിക്കലി ഇൽ പേഷ്യന്റ് ആണെങ്കിൽ ചില മുൻകരുതലുകൾ എടുത്തതിന് ശേഷം മാത്രമാണ് പേഷ്യന്റിനെ പറഞ്ഞു വിടാനായിട്ട് പാടുള്ളൂ. അപ്പൊ എ കാറ്റഗറിയിലുള്ള രോഗികളാണെങ്കിൽ ആ രീതിയിൽ നോക്കാം. ബി കാറ്റഗറിയിൽ അതായത് നമ്മുടെ ഓക്സിജൻ മതിയായ അളവിൽ ശ്വസിച്ചെടുക്കാനായിട്ട് അല്ലെങ്കിൽ കാർബൺ ഡയോക്സൈഡ് മതിയായ അളവിലൊക്കെ പുറന്തള്ളാൻ പറ്റാത്ത രോഗികളുണ്ട് എങ്കിൽ ഇവിടെ തീർച്ചയായിട്ടും പറയുന്നുണ്ട് ഇപ്പൊ ഓക്സിജന്റെ ഒരു എന്താണ് 75 to 100 mg വരെ അല്ലെ, അത് mmg വരെയാണ്. അതേപോലെ തന്നെ കാർബൺ ഡയോക്സൈഡിന്റെ അളവ് എന്ന് പറയുന്നത് 35 to 45 mmg വരെ അല്ലെ, അത് ആ അളവാണ് ഉള്ളത്. നിങ്ങൾ അതൊന്നും മസ്റ്റായിട്ടൊന്നും പഠിച്ചു വെക്കണമെന്നില്ല, അതുള്ളത് മാത്രം മസ്റ്റായിട്ട് നോക്കിയാൽ മതി. അപ്പൊ അതില് അങ്ങനെയൊക്കെ ഉള്ളത് കൃത്യമായിട്ട് തന്നെയാണോ എന്ന് അത് മനസ്സിലാക്കിയതിന് അതിന് മുൻകരുതലുകൾ എടുക്കേണ്ട രോഗികൾ ഉണ്ടായെങ്കിൽ അതിന് മുൻകരുതലുകളൊക്കെ എടുത്തതിന് ശേഷം മാത്രമാണ് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് പാടുള്ളൂ. ഓക്കെ, ഏതെങ്കിലും ഭാഗങ്ങൾ കിട്ടാത്തതുണ്ടോ? ആണോ? ചെസ്റ്റ് ട്രെയിനെ വേണമെങ്കിൽ ചെസ്റ്റ് ട്യൂബിൽ നിന്നും വിശേഷിപ്പിക്കാം. അതായത് ഈ പറഞ്ഞ വായു, രക്തം, ദ്രാവകം മുതലായവയൊക്കെ എന്തെങ്കിലും അടിഞ്ഞു കൂടിയിട്ടുണ്ടെങ്കിൽ കൊറോണറിസിൽ സ്ഥാപിക്കുന്ന ആ ഒരു ശസ്ത്രക്രിയ ട്രെയിനാണത്. അത് അല്ലെങ്കിൽ തന്നെ വേറൊരു പേരില് ചെസ്റ്റ് ട്യൂബ് എന്ന് വിശേഷിപ്പിക്കാം. ജസ്റ്റ് നിങ്ങൾ മനസ്സിലാക്കണം എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ ഇത് ഓർത്ത് വെക്കാം, എന്താണ് ന്യൂമാത്രാക്സ് അല്ലെങ്കിൽ ചെസ്റ്റ് ട്രെയിനൊക്കെ ശ്രദ്ധിക്കേണ്ടതുണ്ടെങ്കിൽ അതെല്ലാം ശ്രദ്ധിച്ചതിന് ശേഷം മാത്രമാണ് രോഗിയെ മറ്റൊരു പ്ലേസിലേക്ക് പറഞ്ഞു വിടാനായിട്ട് പാടുള്ളൂ. ഓക്കെ, നെക്സ്റ്റ് നോക്കുക, സർക്കുലേഷൻ. എന്താണ് സർക്കുലേഷൻ എന്ന് പറയുന്നത്? The patient should have at least 2 wide or intravenous working canals in place before shifting. അതായത് ഇൻട്രാവീനിയസ് വർക്കിംഗ് കാനുവൽസ് എന്ന് പറയുന്നത് നമ്മള് ഞരമ്പില് അല്ലെ, നമ്മള് സാധാരണ ഇഞ്ചക്ഷൻ ഒക്കെ ഞരമ്പില് കുത്തിവെക്കുന്നതിന് പകരം എപ്പോഴെപ്പോഴും ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇഞ്ചക്ഷൻ വേണ്ടി വരികയാണെങ്കിൽ മെഡിസിൻസ് ഇഞ്ചക്ട് ചെയ്യേണ്ടതുണ്ടെങ്കിൽ എന്താണ് ഒരു കാനുവല് ഘടിപ്പിച്ചിട്ട് അല്ലെ, ഞരമ്പിലെ കാനുവല് ഫിറ്റ് ചെയ്തിട്ട് അതിലൂടെ മെഡിസിൻസ് കൊടുക്കും അല്ലെ. അപ്പൊ അങ്ങനെ ഉള്ള രോഗികൾക്ക് നമുക്കറിയാം ഇത്ര ടൈമിലുള്ള അവർക്ക് മെഡിസിൻസ് കൊടുക്കേണ്ടതുണ്ട് എങ്കിലും തീർച്ചയായിട്ടും അവിടെ എന്താണ് അറ്റ്ലീസ്റ്റ് 2 wide or intravenous working canals in place before shift. എന്തുകൊണ്ടാണ് 2 എണ്ണമെങ്കിലും സ്ഥാപിക്കണം എന്ന് പറയുന്നത്? ഒരെണ്ണത്തിൽ എന്തെങ്കിലും ബ്ലോക്കിങ് വന്നു കഴിഞ്ഞാൽ അവർക്ക് അതിലൂടെ മെഡിസിൻസ് കൊടുക്കാനായിട്ട് സാധിക്കാതെ വരും അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഈ ഷിഫ്റ്റിംഗ് സമയത്ത് 2 എണ്ണമെങ്കിലും അതിന് വേണ്ടിയിട്ട് സജ്ജമാക്കണം എന്ന് പറയുന്നത്. The patient should have at least 2 wide or intravenous working canals in place before shifting. Then external hemorrhage, if any, should be regulated, controlled, and any shock should be treated with the intravenous fluids and or vasopressors. Okay, നമുക്കറിയാം നമുക്ക് ഇതിലൂടെ അല്ലെ പൊതുവെ ഏതെങ്കിലും രീതിയിൽ രക്തം കട്ടപിടിക്കുകയാണെങ്കിൽ ആ ഒരു എക്സ്റ്റേണൽ ഹെമറേജ് സംഭവിച്ചു കഴിഞ്ഞാൽ അതിനെ കൺട്രോൾ ചെയ്യേണ്ടതായിട്ട് വരും. അപ്പൊ നമുക്ക് അടുത്ത കാനുവൽ മാത്രമേ യൂസ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. അതേമാതിരി തന്നെ ഒരു ഷോക്ക് ട്രീറ്റ്മെന്റ് ഒക്കെ അല്ലെ, അത് കറക്റ്റ് തീരുന്ന അനുസരിച്ചിട്ട് ചിലപ്പോൾ കൊടുക്കേണ്ടതായിട്ട് വരും. അപ്പൊ ആ ഷോക്കൊക്കെ കൊടുക്കണമെങ്കിൽ ആ മെഡിസിൻ ഒക്കെ ഇൻജെക്ട് ചെയ്ത് കൊടുക്കേണ്ടതുണ്ടെങ്കിൽ ആ കറക്റ്റ് സമയത്ത് തന്നെ ആ ഇൻട്രാവീനസ് ഇതിലൂടെ തന്നെ ഫ്ലൂയിഡിലൂടെ തന്നെ നമുക്ക് കൊടുക്കേണ്ടതായിട്ട് വരും. അല്ലെങ്കിൽ വാസോപ്രസസ് എന്നൊക്കെ പറയുമ്പോൾ നമുക്കറിയാം എന്താണ് മസിൽസുകൾക്കൊക്കെ അല്ലെ പെട്ടെന്ന് ഇതുകളൊക്കെ സംഭവിക്കുകയാണെങ്കിൽ അതിനനുസരിച്ചിട്ട് അല്ലെങ്കിൽ ഒരു വശം തളർന്നു പോകാനൊക്കെ ആയിട്ടുള്ള സാധ്യതയുണ്ട് അല്ലെ. അപ്പൊ ആ എത്തിക്കുന്ന വരേക്കും നമുക്ക് ഈ മെഡിസിൻസ് കറക്റ്റ് അളവിൽ തന്നെ കൊടുത്തുകൊണ്ട് പോകേണ്ടതുണ്ടാവാം. അപ്പൊ അവിടെ അങ്ങനെയുള്ള സാഹചര്യം മുൻനിർത്തിക്കൊണ്ടാണ് 2 എണ്ണമെങ്കിലും
എന്താണ് ഈ ഒരു ഇന്റർവെനസ് കാനുവൽസ് മസ്റ്റ് ആയിട്ടും സൂട്ടായിട്ട് തന്നെ അവിടെ കൃത്യമായിട്ട് തന്നെ പ്രൊവിഷൻ ഇടണം എന്ന് പറയുന്നത്. കാരണം ഏതെങ്കിലും ഒരെണ്ണത്തിൽ ബ്ലോക്ക് സംഭവിച്ചു കഴിഞ്ഞാൽ മറ്റൊന്ന് യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്. The availability of a post-matched blood may be needed in the course of the transport. Okay, in case എന്താണ് ബ്ലഡ് ഒരേപോലത്തെ മാച്ച് ചെയ്യുന്ന ബ്ലഡിന്റെ ആവശ്യകത എന്തെങ്കിലും ഉണ്ടെങ്കിൽ പോസ്റ്റ് മാച്ച് ചെയ്ത ബ്ലഡും കൂടി അതിനോടൊപ്പം തന്നെ കരുതി ഉണ്ടാവേണ്ടതാണ്. രോഗിയെ പെട്ടെന്ന് കൊണ്ടുപോകുന്ന മാത്രയിൽ ആ രോഗിയുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ എന്തിനാണോ ആ രോഗിക്ക് പെട്ടെന്ന് ആവശ്യകതയുള്ളത് അതുമായി ബന്ധപ്പെട്ട ആ രോഗിയെ കാറ്റഗറൈസ് ചെയ്തിട്ട് വേണ്ട നടപടികളാണ് എടുക്കുന്നത്. ഇനി നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ ഡിസബിലിറ്റി ഓർ ന്യൂറോളജിക്കൽ സ്റ്റാറ്റസ്. അപ്പൊ നമുക്ക് എന്തെങ്കിലും അല്ലെ ഡിസബിലിറ്റി അല്ലെങ്കിൽ ന്യൂറോളജിക്കൽ ഞരമ്പ് സംബന്ധമായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ അസ്വസ്ഥതകളുള്ള പേഷ്യൻസ് ആണ് എങ്കിൽ പേഷ്യൻസ് വിത്ത് ഹെഡ് ഇഞ്ചുറി ഷുഡ് ഹാവ് their ഗ്ലാസ്കോ കോമ സ്കെയിൽ. ഇതാണ് ഗ്ലാസ്കോ കോമ സ്കെയിൽ എന്ന് പറയുന്നത് GCS. അത് ഇമ്പോർട്ടന്റ് ആണെന്ന് അണ്ടർലൈൻ ചെയ്തേരെ. അതായത് പേഷ്യന്റിന്റെ അബോധാവസ്ഥയിൽ എന്തൊക്കെയും ബോധാവസ്ഥയിലേക്ക് വന്നിട്ടുണ്ടോ എന്ന് മനസ്സിലാക്കുന്നതിന് ഉപയോഗിക്കുന്ന ഒരു സ്കെയിലാണത്. അതായത് നമുക്കറിയാം ചലനങ്ങൾ എന്തെങ്കിലും വന്നുണ്ടോ, കണ്ണുകൾ ചലിപ്പിക്കുന്നുണ്ടോ, അല്ലെ എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ ഉണ്ടോ എന്ന് അറിയുന്നതാണ് ഗ്ലാസ്കോ കോമ സ്കെയിൽ എന്ന് പറയുന്നത്. Adequately monitored and recorded in a document before and in the course of a transfer and before the administration of any sedative or paralytic agent. Okay. അതായത് നമ്മളിപ്പോ വ്യക്തിയുടെ ബോധാവസ്ഥ നോക്കിയതിന് ശേഷമാണ് അവര് ബോധം വരുന്നുണ്ട്, ഇന്ന മെഡിസിൻസ് കൊടുക്കാം എന്നുള്ള ഇതിലേക്ക് വരുന്നത് അല്ലെ. ചില പേഷ്യൻസിനെങ്കിലും അബോധാവസ്ഥയിലാക്കിയിട്ട് ചിലപ്പോൾ കൊണ്ടുപോകേണ്ട അവസ്ഥയിൽ ഉണ്ടാവാം. ഭയങ്കര പെയിനും കാര്യങ്ങളൊക്കെ ഉള്ള വ്യക്തികളാണെങ്കിൽ അല്ലെങ്കിൽ ഒരുപാട് ഡിസ്റ്റർബ് ഉണ്ടാകുന്ന ന്യൂറോ സംബന്ധമായ ഡിസ്റ്റർബ്ഡ് ആയിട്ടുള്ള പേഴ്സൺസ് ഒക്കെ ആണെങ്കിൽ അവരെ വയലൻസ് കാണിക്കാനൊക്കെ ആയിട്ടുള്ള സാധ്യതകളുണ്ട്. അപ്പൊ അങ്ങനെയുള്ള പേഷ്യൻസ് ഒക്കെ ആണെങ്കിൽ അവരെ ഒന്ന് അബോധാവസ്ഥയിലാക്കിയിട്ടൊക്കെ ആയിരിക്കും രോഗികളെ കൊണ്ടുപോകുന്നത്. അപ്പൊ ആ അവസ്ഥയിലൊക്കെ ഗ്ലാസ്കോ കോമ സ്കെയിൽ വെച്ച് അല്ലെ അവരെ കൃത്യമായിട്ട് തന്നെ നിരീക്ഷിക്കുകയും ആ നിരീക്ഷിക്കുന്നതിന്റെ അടിസ്ഥാനത്തിലാണ് അവർക്ക് സെഡേറ്റീവ് ആയിട്ടുള്ള പാരലൈറ്റിക് ഏജന്റ് ഒക്കെ അവർക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പൊ കൃത്യമായിട്ട് അത് അഡ്മിനിസ്ട്രേറ്റ് ചെയ്യണമെങ്കിൽ അല്ലെ ആ ഒരു കാര്യനിർവഹണം നടത്തണമെങ്കിൽ അവരെ കൃത്യമായിട്ട് തന്നെ നിരീക്ഷിച്ച് വിലയിരുത്തിയതിനു ശേഷമാണ് അവർക്ക് ലഭ്യമാക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. The patient should be protected from a cold by providing suitable blankets apart from the above pre-transfer checklist. On the day transfer is all basic investigation should be performed to reflect the present condition of the patient. Okay, നമുക്കറിയാം ഇങ്ങനെ കൊണ്ടുപോകുന്ന മാത്രയിൽ ഭയങ്കര തണുപ്പൊക്കെ അനുഭവപ്പെടുന്ന പേഷ്യന്റ് ഒക്കെ ആണെങ്കിൽ ബ്ലാങ്കറ്റ് പ്രൊവൈഡ് ചെയ്യണം. അതേമാതിരി തന്നെ നേരത്തെ പറഞ്ഞ മാത്രം പ്രീ ട്രാൻസ്ഫർ ചെക്ക് ലിസ്റ്റ് നോക്കിയിട്ട് എല്ലാം സേഫ് ആയിട്ട് എല്ലാം കരുതി വെച്ചിട്ടുണ്ടെന്നോ ഉറപ്പ് വരുത്തിയതിനു ശേഷം ട്രാൻസ്ഫർ ചെയ്യാവൂ. ആ ട്രാൻസ്ഫർ ചെയ്ത ദിവസമാണെങ്കിൽ ബേസിക് ആയിട്ടുള്ള ഇൻവെസ്റ്റിഗേഷൻ ഒക്കെ അല്ലെ ഷുഗർ പ്രഷർ എല്ലാം നോക്കേണ്ടതൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നോക്കി അല്ലെ അത് കൃത്യമായിട്ട് തന്നെ ആണെന്ന് ഉറപ്പ് വരുത്തി പ്രസന്റ് കണ്ടീഷനൊക്കെ വലിയ കുഴപ്പമില്ല അതിനനുസരിച്ചിട്ടുള്ള പ്രിക്കോഷൻസ് ഒക്കെ എടുത്തിട്ടാണ് പേഷ്യന്റിനെ കൈമാറ്റം ചെയ്യുന്നതെന്ന് ഉറപ്പ് വരുത്തണമെന്ന് കൃത്യമായിട്ട് തന്നെ കൈകാര്യം ചെയ്യുന്നതാണ്. കേണോ ടെസ്റ്റ് വായിച്ച് നോക്കാം. ഗ്ലാസ്കോ കോമ സ്കെയിൽ എന്ന് പറയുന്നത് നമ്മളിപ്പോ
പെട്ടെന്നൊരു വ്യക്തി ഒരു എന്താണ് ഹെഡ് ഇഞ്ചുറി ഒക്കെ ആയിട്ടാണ് വന്നേക്കണേന്ന് വെക്കുക. അപ്പൊ തലയിൽ എന്തെങ്കിലുമൊക്കെ അല്ലെ പ്രോബ്ലംസ് ഒക്കെയാണ്, ഞരമ്പുകൾക്ക് എന്തെങ്കിലുമൊക്കെ പ്രോബ്ലംസ് ആയിരിക്കും സംഭവിക്കുക. അതല്ലെങ്കിൽ എന്താണ് ന്യൂറോ പോലെയുള്ള പ്രോബ്ലംസ്. ന്യൂറോ എന്ന് പറയുമ്പോൾ നമുക്കറിയാം തലയിലെ ഞരമ്പുകൾ തന്നെയാണ്. അവിടെ എന്തെങ്കിലും വയലൻസ് ഒക്കെ ഉണ്ടാകുന്ന രോഗികളാണ്. അവരെയാണ് നമ്മൾ ക്രിട്ടിക്കലി ഇൽ പേഷ്യന്റ് ആയിട്ട് കൺസിഡർ ചെയ്തിട്ട് ട്രാൻസ്ഫർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള പേഷ്യൻസ് ആണ് എങ്കിൽ തീർച്ചയായിട്ടും എന്താണ് അവരുടെ നില എപ്പോഴും ഒന്ന് അളക്കണം അല്ലെ. അവർക്ക് സെഡേഷൻ എന്തെങ്കിലും മെഡിസിൻസ് ഒക്കെ കൊടുത്തിട്ടായിരിക്കും നമ്മളിങ്ങനെ കൊണ്ടുപോകുന്നത്. ഇപ്പൊ ഹെഡ് ഇഞ്ചുറിക്ക് ആകുമ്പോൾ അവിടെ എന്താണ് അവരുടെ ബോധാവസ്ഥ ഇപ്പോഴും നമുക്കറിയാം. ഇപ്പൊ ഓൾമോസ്റ്റ് ഒരു ഹോസ്പിറ്റലാണ്, ആ ഹോസ്പിറ്റലിൽ നിന്ന് നമ്മൾ മറ്റൊരു ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നത് ചിലപ്പോൾ ഈ ഹോസ്പിറ്റലിൽ ആ വ്യക്തിക്ക് ബോധാവസ്ഥയിലൊന്നും മാറ്റങ്ങൾ വരുന്നില്ല അല്ലെ എന്നെന്തെങ്കിലും കാണുമ്പോഴായിരിക്കും. അപ്പൊ അവർക്ക് എന്തെങ്കിലും മാറ്റങ്ങൾ വരുന്നുണ്ടോ എന്ന് എപ്പോഴും നിരീക്ഷിച്ചുകൊണ്ടിരിക്കും അല്ലെ. അവർ കൊടുക്കുന്ന മെഡിസിൻസിന്റെ റിയാക്ഷൻ ഉണ്ടോ എന്നുള്ളത് നിരീക്ഷിച്ചുകൊണ്ടിരിക്കും. അതാണ് ഗ്ലാസ്ഗോ കോമ സ്കെയില് പ്രധാനമായിട്ടും പറയുന്നത് അല്ലെ. അവിടെ തീർച്ചയായിട്ടും ചെറിയ രീതിയിലുള്ള നിരീക്ഷണമാണ്. അതായത് ഈ വ്യക്തിയുടെ കണ്ണുകൾ ചലിക്കുന്നുണ്ടോ, അതല്ലെങ്കിൽ എന്താണ് കാലുകൾ അനങ്ങുന്നുണ്ടോ, അങ്ങനെയൊക്കെയുള്ള ഒരു നിരീക്ഷണങ്ങളാണ് ഇതിൽ പ്രധാനമായിട്ടും വരുന്നത് അല്ലെ. സംസാരിക്കാൻ ശേഷി വരുന്നുണ്ടോ, ചുണ്ടനക്കുന്നുണ്ടോ, അങ്ങനെയൊക്കെയുള്ള നിരീക്ഷണങ്ങളെല്ലാം കൃത്യമായിട്ട് തന്നെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കും, മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കും അല്ലെ. അങ്ങനെ അതിനുശേഷം അത് റെക്കോർഡ് ചെയ്ത് അല്ലെ, റെക്കോർഡഡ് ഇൻ ദ ഡോക്യുമെന്റ് ബിഫോർ ആൻഡ് ഇൻ ദ കോഴ്സ് ഓഫ് ട്രാൻസ്ഫർ ആൻഡ് ബിഫോർ അഡ്മിനിസ്ട്രേഷൻ. അവിടെ ഞാൻ പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനു വേണ്ടിയിട്ട് പേഷ്യന്റിന് നമ്മൾ നിലവില് ഇപ്പോഴത്തെ സ്കെയിൽ അനുസരിച്ചിട്ട് ഈ രോഗിക്ക് എന്തൊക്കെയാണ് മാറ്റങ്ങൾ അല്ലെ, അവരെ നിരീക്ഷിച്ചിട്ട് എന്തൊക്കെയാണ് മാറ്റങ്ങൾ എന്നുള്ളതൊക്കെ റെക്കോർഡ് ചെയ്യും. അതാണ് ഇതിന് ട്രാൻസ്ഫറിന് മുമ്പുള്ള കാര്യങ്ങളെല്ലാം തന്നെ അവിടെ കൃത്യമായിട്ട് രേഖപ്പെടുത്തും. ആൻഡ് ബിഫോർ ദ അഡ്മിനിസ്ട്രേഷൻ ഓഫ് എനി സെഡേറ്റീവ് ഓർ പാലിയേറ്റീവ് ഏജ്. അപ്പൊ നമ്മൾക്ക് അറിയാം അതിനനുസരിച്ചിട്ടുള്ള ഒരു പാലിയേറ്റീവ് ഏജന്റോ അല്ലെങ്കിൽ സെഡേറ്റീവ് ആയിട്ടുള്ള മെഡിസിൻസ് ഇവർക്ക് കൊടുത്തിട്ടായിരിക്കും ഈ രോഗികളെ കൊണ്ടുപോകുന്നത്. ചിലപ്പോൾ നമുക്കറിയാം ഈ പറഞ്ഞ എന്താണ് കരോൾ ഉപയോഗിച്ചിട്ടാണ് മെഡിസിൻസ് കൊടുക്കണമെങ്കിൽ അതിനനുസരിച്ചുള്ള സജ്ജീകരണവും അവർക്ക് വേണ്ടി വരും അല്ലെ. ഇവരെ എണീക്കുന്നത് അനുസരിച്ചിട്ട് ബോധാവസ്ഥയിലേക്ക് വരുന്നതിനനുസരിച്ചിട്ട് തന്നെ അവർക്ക് ചിലപ്പോൾ മെഡിസിൻസ് ഒക്കെ ഇൻജെക്ട് ചെയ്ത് കൊടുക്കേണ്ടതുണ്ടാവും. ഓക്കെ, അപ്പൊ അത് കൃത്യമായിട്ട് നിരീക്ഷിക്കണം എന്നുള്ളതാണ് ഇവിടെ എടുത്ത് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആയോ? അടുത്ത ഭാഗത്തേക്ക് പോവാം. മോഡ് ഓഫ് ട്രാൻസ്ഫർ ആണ് നെക്സ്റ്റ് എന്ന് പറയുന്നത്. അതായത് ഏത് മാർഗം ഉപയോഗിച്ചിട്ട് നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാം എന്നുള്ളതാണ്. The two most commonly employed method of transfer of patients are ground transport by including ambulances and mobile intensive care units (MICU) and air transport including helicopter or aeroplane ambulance. ഓക്കെ, പ്രധാനമായിട്ട് നമുക്കറിയാം എയർ ട്രാൻസ്പോർട്ട് ആൻഡ് ഗ്രൗണ്ട് ട്രാൻസ്പോർട്ട് ആണ് ഉള്ളത്. അതായത് നമുക്ക് കരമാർഗം ഉപയോഗിച്ചിട്ട് ഇൻക്ലൂഡിങ് എന്താണ് ഭൂഗർഭ ട്രാൻസ്പോർട്ടും വേണമെങ്കിൽ അല്ലെ നമുക്ക് ഇതിൽ പെടുത്താവുന്നതാണ്. അതേമാതിരി തന്നെ എയർ ട്രാൻസ്പോർട്ട് എന്ന് പറയുമ്പോൾ ഹെലികോപ്റ്ററും എയറോപ്ലെയിനും ഒക്കെ ഉപയോഗിച്ചിട്ട് നമുക്ക് പേഷ്യന്റിനെ ട്രാൻസ്ഫർ ചെയ്യാം. അതേമാതിരി തന്നെ നമുക്ക് ഏത് ആംബുലൻസ് സർവീസ് വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം. വ്യത്യസ്ത തരത്തിലുള്ള ആംബുലൻസ് സർവീസുകളൊക്കെ ഉണ്ട്. മൊബൈൽ ഇന്റൻസീവ് കെയർ യൂണിറ്റോട് കൂടിയിട്ടുള്ള ആംബുലൻസ് സർവീസുകളൊക്കെ ഉണ്ട്. അപ്പൊ ആ പല രീതിയിലും നമുക്ക് ഈ സർവീസുകൾ ഉപയോഗിച്ചിട്ട് വ്യക്തിയെ എന്താണ് ട്രാൻസ്ഫർ ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പൊ രണ്ട് മാർഗമാണ് പ്രധാനമായിട്ടുള്ളത്. ഒന്നാമതായിട്ട് എയർ ട്രാൻസ്പോർട്ടും മറ്റൊന്ന് ഗ്രൗണ്ട് ട്രാൻസ്പോർട്ടും. ഓക്കെ, ക്ലിയർ അല്ലേ? Two commonly employed methods ട്രാൻസ്പോർട്ട് ഏതൊക്കെയാണ്? ഒന്നാമതായിട്ട് എന്താണ് എയർ ട്രാൻസ്പോർട്ടും മറ്റൊന്ന് ഗ്രൗണ്ട് ട്രാൻസ്പോർട്ടും. എയർ ട്രാൻസ്പോർട്ട് എന്ന് പറയുമ്പോൾ ഏതൊക്കെ മാർഗം ഉപയോഗിക്കാം? എയർ ട്രാൻസ്പോർട്ടിലൂടെ ഏതൊക്കെ വാഹനങ്ങൾ നമുക്ക് ഉപയോഗിക്കാം? വെഹിക്കിൾ ഉപയോഗിക്കാം, ഹെലികോപ്റ്റർ ഉപയോഗിക്കാം, എയറോപ്ലെയിൻ ഉപയോഗിക്കാം അല്ലെ. അതേപോലെ തന്നെ ഗ്രൗണ്ട് ട്രാൻസ്പോർട്ടിൽ വ്യത്യസ്തമായിട്ടുള്ള ആംബുലൻസ് സർവീസുകൾ നമുക്ക് ഉപയോഗിക്കാം. അതിന്റെ പ്രധാനമായിട്ടുള്ള വ്യത്യസ്തമായിട്ടുള്ള ഗ്രൗണ്ട് ട്രാൻസ്പോർട്ടുകളാണ് ഇവിടെ വിവരിച്ചിരിക്കുന്നത്. ഓക്കെയാണോ?
അതിൽ നമുക്ക് നോക്കാം ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ആംബുലൻസസ് ആർ യൂസ്ഡ് ഇൻ ദിസ് മോഡ് ഓഫ് ട്രാൻസ്ഫർ ഓഫ് പേഷ്യൻസിനെ ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് വ്യത്യസ്ത തരത്തിലുള്ള ആംബുലൻസുകളുണ്ട്. അതിൽ ഫസ്റ്റ് വൺ പറയുന്നത് ബേസിക് ലൈഫ് സപ്പോർട്ട് ആംബുലൻസസ്, അതായത് സാധാരണ രീതിയിലുള്ള അല്ലെ ബേസിക് സപ്പോർട്ട് ലൈഫ് സപ്പോർട്ടുള്ള ആംബുലൻസുകളാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. അതിന്റെ പ്രത്യേകത എന്താണ്? ദീസ് ആംബുലൻസസ് ആർ കണ്ടീഷൻഡ് വിത്ത് adequate staff and monitoring devices to shift patients without a life-threatening condition, and these can only provide a basic life support services. അതായത് ഈ സർവീസസ് എന്ന് പറയുമ്പോൾ ഒരുപാട് രോഗിയുടെ അല്ലെ വിത്തൗട്ട് ലൈഫ് ത്രെട്ടനിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരുപാട് രോഗിയുടെ ആരോഗ്യനില വഷളല്ല അല്ലെ, വലിയ പ്രശ്നമില്ലാത്ത ഒരു പേഷ്യന്റ് ആണ് അല്ലെ, എന്നാ പ്രശ്നവുമുണ്ട് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള രോഗികളെയാണ് ഈ ആംബുലൻസ് സർവീസുകളിൽ നമുക്ക് എന്താണ് ട്രാൻസ്പോർട്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. ഞാൻ പറയുന്നുണ്ട് ഇവിടെ adequate സ്റ്റാഫ് അല്ലെ, ഡ്രൈവർ മിക്കവാറും അവരെ അസിസ്റ്റ് ചെയ്യാനായിട്ടുള്ള വ്യക്തിക്ക് ഉണ്ടാവും. മോണിറ്ററിംഗ് ഡിവൈസസും ഇതിനോടൊപ്പം തന്നെ ഷിഫ്റ്റ് ചെയ്യുന്നതോടൊപ്പം തന്നെ എന്താണ് ചില നിരീക്ഷിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഡിവൈസസും അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടാവാം അല്ലെ. അപ്പൊ ബേസിക് ലൈഫ് സപ്പോർട്ട് ആംബുലൻസ് ആണ് ഫസ്റ്റ്ലി പറയുന്നത്. ആ ബേസിക് ലൈഫ് സപ്പോർട്ട് ആംബുലൻസിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ adequate സ്റ്റാഫ് ഉണ്ടാവും, അപ്പം മോണിറ്ററിംഗ് ഡിവൈസസ് ടു ഷിഫ്റ്റ് ദ പേഷ്യന്റ് വിത്തൗട്ട് എ ലൈഫ് ത്രെട്ടനിങ്. ഇപ്പൊ ഇൻ കേസ് ഇങ്ങനെ ചോദ്യം വരാം, വിത്തൗട്ട് എ ലൈഫ് ത്രെട്ടനിങ് കണ്ടീഷൻ ആണെങ്കിൽ ഏത് തരത്തിലുള്ള ആംബുലൻസ് സർവീസ് ഉപയോഗിക്കാം അല്ലെ. അപ്പൊ ഏത് തരത്തിലുള്ള ആംബുലൻസ് സർവീസ് ആണ് ഉപയോഗിക്കുന്നത്? ബേസിക് ലൈഫ് സപ്പോർട്ട് ആംബുലൻസ്. ഓക്കെ, ബേസിക് ലൈഫ് സപ്പോർട്ട് ആംബുലൻസിൽ പ്രധാനമായിട്ട് എന്തൊക്കെയാണ് ഉള്ളത്? അവിടെ adequate സ്റ്റാഫും ഉണ്ടാവും, മോണിറ്ററിംഗ് ഡിവൈസസ് ടു ഷിഫ്റ്റ് ദ പേഷ്യന്റ്, മോണിറ്ററിംഗ് ഡിവൈസസുകളും അവിടെ ഉണ്ടാകുന്നുള്ളത്. ഓക്കെ, ക്ലിയർ ആണോ? ജസ്റ്റ് അണ്ടർലൈൻ ചെയ്യാം. Okay. Okay, അപ്പൊ നമുക്ക് മോഡ് ഓഫ് ട്രാൻസ്പോർട്ടില് ഗ്രൗണ്ട് ട്രാൻസ്പോർട്ട്, ബേസിക് ലൈഫ് സപ്പോർട്ട് ആംബുലൻസ് ആണ് നമ്മളിപ്പോ ക്ലിയർ ചെയ്തത്. ഇനി അടുത്തൊരു ഭാഗം നോക്കാം. ഓക്കെ അല്ലേ? ഓക്കെ, നെക്സ്റ്റ് നോക്കുന്നത് അഡ്വാൻസ്ഡ് ലൈഫ് സപ്പോർട്ട് ആംബുലൻസ്. ഓക്കെ, അഡ്വാൻസ്ഡ് ലൈഫ് സപ്പോർട്ട് ആംബുലൻസ് നിങ്ങൾ ഇങ്ങനെ കാണാറില്ലേ? ആംബുലൻസുകൾ വ്യത്യസ്തമായിട്ടുള്ള ആംബുലൻസുകൾ പോകുന്നത് ശ്രദ്ധിക്കാറുണ്ടാവും. എല്ലാവരും ഒരേ പോലത്തെ ആംബുലൻസ് ആണെന്നാണ് അദ്ദേഹിച്ചിരിക്കുന്നത് ഉണ്ട് അല്ലെ. വ്യത്യസ്തമായിട്ടുള്ള ആംബുലൻസുകൾ ഉണ്ട്. അതായത് ആ രോഗിയുടെ ആരോഗ്യനില അനുസരിച്ചിട്ട് വ്യത്യസ്തമായിട്ടുള്ള ആംബുലൻസുകളാണ് പോകുന്നത് അല്ലെ. അപ്പൊ അവിടെ തീർച്ചയായിട്ടും നമുക്കറിയാം ആ രോഗിയുടെ ആരോഗ്യനിലയ്ക്ക് വ്യത്യസ്തമായിട്ടുള്ള പ്രിക്കോഷൻസ് എടുത്തുകൊണ്ടാണ് ആ വ്യത്യസ്ത ആംബുലൻസുകൾ അവിടെ സർവീസ് ചെയ്യുന്നത് അല്ലെ. ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കാനുള്ളത് അഡ്വാൻസ്ഡ് ലൈഫ് സപ്പോർട്ട് ആംബുലൻസ്. അഡ്വാൻസ്ഡ് ലൈഫ് സപ്പോർട്ടുള്ള ആംബുലൻസിന്റെ പ്രത്യേകത ഇച്ചിരി കൂടി അഡ്വാൻസ് ആയിട്ടായിരിക്കും അല്ലെ. അതിൽ കുറച്ചും കൂടി എക്യുപ്മെന്റ്സ് കാര്യങ്ങളൊക്കെ കൂടുതൽ ഉണ്ടാവും അല്ലെ. ദീസ് ആംബുലൻസസ് ക്യാൻ പ്രൊവൈഡ് മോഡേൺ ലൈഫ് സപ്പോർട്ട് സർവീസസ് ലൈക്ക് endotracheal intubation, cardiac monitoring, defibrillation, administration of intravenous fluids or vasopressors.
അതായത് നമ്മളിപ്പോ നേരത്തെ കണ്ട കാര്യങ്ങളൊക്കെ തന്നെയാണ്. അതായത് എൻഡോട്രാക്കൽ ഇൻറ്റിബേഷൻ, അല്ലെ, നമുക്ക് ശ്വാസതടസ്സമൊക്കെ ഉള്ള വെന്റുക്കികളാണെങ്കിൽ ആ ട്യൂബിന്റെ ഒക്കെ ഇൻറ്റിബേഷന്റെ സഹായമൊക്കെ അതിനനുസരിച്ചുള്ള സർവീസുകൾ പ്രദാനം ചെയ്യുന്നു. കാർഡിയക് മോണിറ്ററിംഗ്, ഹേർട്ടുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും അസുഖമുള്ള പേഷ്യൻസ് ആണെങ്കിൽ കാർഡിയക് മോണിറ്ററിംഗ് നിർവഹിക്കാനായിട്ട് ആംബുലൻസിന് സൗകര്യം ഉണ്ടാവും. ഡിഫിബ്രിലേഷൻ അഡ്മിനിസ്ട്രേഷൻ ഓഫ്, അതായത് ഇൻ കേസ് നമുക്കറിയാം അല്ലെ, ഒരു CPR കൊടുക്കേണ്ട ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ, അതായത് രോഗിയുടെ പ്രത്യേക ഹൃദയം ഇടിപ്പൊക്കെ മുഴുവനായിട്ട് നിലച്ചു പോകുന്ന ഒരു അവസ്ഥ ഉണ്ടായി കഴിഞ്ഞാൽ CPR കൊടുക്കുക, അല്ലെ, വായുവിലൂടെ നമ്മള് എന്താണ് അല്ലെ എയർ കടത്തി വിട്ട് ശ്വാസം കൊടുക്കുന്ന ഒരു പ്രക്രിയ, അല്ലെ. അതിന് പകരമുള്ള ഇപ്പോ നമുക്കറിയാം അതിനനുസരിച്ചിട്ടുള്ള അഡ്വാൻസ്ഡ് ആയിട്ടുള്ള മെഷീൻ ഉണ്ട്, അല്ലെ. ഡിഫിബ്രിലേറ്റർ എന്ന് പറഞ്ഞ മെഷീനാണ്. നമുക്കറിയാം മെഷീൻ എന്താണ് നമ്മുടെ നെഞ്ചിലൂടെ ചെസ്റ്റിൽ കൊണ്ടുവന്ന് വെക്കുമ്പോൾ തന്നെ നമ്മുടെ ഞരമ്പുകൾ എന്താണ് ജലത്ത് ചെയ്യുകയും അതിലൂടെ ഹൃദയം പിടിക്കാൻ തുടങ്ങുകയും പിന്നെ ഡോക്ടേഴ്സ് ആദ്യം മുതലുള്ള, അല്ലെ, പ്രിക്കോഷൻ അനുസരിച്ചുള്ള മെഡിസിൻസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്ത് രോഗിയെ വീണ്ടെടുക്കാനായിട്ട് സാധിക്കും, അല്ലെ. അത് ആ കറക്റ്റ് ടൈമിൽ ആ ഒരു എക്യുപ്മെന്റിന്റെ യൂസേജ് അവിടെ ആവശ്യമാണ്. അപ്പൊ ആംബുലൻസിലെല്ലാം ഇതിനുള്ള സൗകര്യം, അല്ലെ, ഡിഫിബ്രിലേഷൻ അഡ്മിനിസ്ട്രേഷൻ ഒക്കെ അതിലുണ്ടാവും. അതേമാതിരി തന്നെ ഇന്റർവീനിയസ് സപ്പോർട്ട്സ്, വാസപ്രസേഴ്സ്, അതായത് എന്താണ് നമുക്ക് മെഡിസിൻസ് അല്ലെങ്കിൽ ഭക്ഷണം ചെറിയ തോതിലെല്ലാം ഭക്ഷണം തരാൻ പറ്റുന്ന തരത്തിലുള്ള സൗകര്യങ്ങൾ എല്ലാം തന്നെ ആ ഒരു ഇതില്, അല്ലെ, തീർച്ചയായിട്ടും അതിന്റെ സൗകര്യങ്ങൾ കൂടി ആ രോഗിക്ക് അവൈലബിൾ ആക്കുന്ന ഒരു ട്രാൻസ്പോർട്ട് സർവീസ് ആണ് അഡ്വാൻസ്ഡ് ലൈഫ് സപ്പോർട്ട് ആംബുലൻസ് എന്ന് പറയുന്നത്. These are adequately staffed and made ready for shifting patients with life-threatening conditions. അതായത് ജീവിതത്തിലെ എന്തെങ്കിലും അപകടങ്ങൾ സാധ്യതയുണ്ട് എന്നുള്ള പേഷ്യൻസിനാണ് പൊതുവെ നമ്മൾ ഇത്തരത്തിലുള്ള സപ്പോർട്ട് കൊടുക്കുന്നത്. ദെൻ അതില് ആഡിക്വേറ്റ് ആയിട്ടുള്ള സ്റ്റാഫുകളും, അല്ലെ, ഇതൊക്കെ പ്രവർത്തിപ്പിക്കാനായിട്ട് അറിയാവുന്ന സ്റ്റാഫുകളെല്ലാം തന്നെ ആ ഒരു ഷിഫ്റ്റിംഗ്, അല്ലെ, നടത്തുന്ന മാത്രയിൽ ആംബുലൻസിലൂടെ സേവനം ചെയ്യാനായിട്ട് റെഡി ആയിട്ടുണ്ടാവും. ഓക്കെ, ബേസിക് ലൈഫ് സപ്പോർട്ട് ആംബുലൻസും അടുത്തത് അഡ്വാൻസ് ലൈഫ് സപ്പോർട്ട് ആംബുലൻസ്. ഓക്കെ, അവിടെയും ക്വസ്റ്റ്യൻ ഉണ്ട്. ലൈഫ് ത്രെട്ടനിങ് ആയിട്ടുള്ള കണ്ടീഷനുള്ള പേഴ്സൺസ് ആണ് എങ്കിൽ അവര് ഏത് ആംബുലൻസ് ആയിരിക്കും തിരഞ്ഞെടുക്കുന്നത്? അഡ്വാൻസ്ഡ് ലൈഫ് സപ്പോർട്ട് ആംബുലൻസ് ആയിരിക്കും തിരഞ്ഞെടുക്കുന്നത്. ഓക്കെ ആണോ? ജസ്റ്റ് നോട്ട് ചെയ്യാം, ചെറുതാണെങ്കിലും ഒന്ന് വായിച്ച് മനസ്സിലാക്കാനുണ്ട്, മാറിപ്പോകരുത്. ആൻസർ തരുമ്പോ ബേസിക് ലൈഫ് സപ്പോർട്ട് ആംബുലൻസ് ആണോ, അഡ്വാൻസ് ലൈഫ് സപ്പോർട്ട് ആംബുലൻസ് ആണോ, MIC ആണോ എന്ന് വരും. അപ്പൊ കൃത്യമായിട്ട് തന്നെ ആൻസർ ചെയ്ത് വെക്കണം. തീർച്ചയായിട്ടും ജസ്റ്റ് ഒന്ന് കൃത്യമായിട്ടൊന്ന് വായിക്കുക. അടുത്തൊരു ഭാഗത്തേക്ക് നോക്കാം. MICU. MICU എന്ന് പറയുന്നത് these are the specialized vehicles with all the requirement and the staff to transfer patients who are critically ill. Okay, നമുക്കറിയാം MICU എന്ന് പറയുന്നത് പ്രത്യേകമായിട്ടുള്ള സ്റ്റാഫുകളെയും കൂടി, അല്ലെ, എക്യുപ്മെന്റ് ഉണ്ടാവും. ഓൾ ദ എക്യുപ്മെന്റ് ആൻഡ് ദ സ്റ്റാഫ് ടു ട്രാൻസ്ഫർ പേഷ്യന്റിനോടൊപ്പം പേഷ്യന്റിനെ ഉപയോഗിക്കാൻ പറ്റുന്ന തരത്തിലുള്ള എക്യുപ്മെന്റ്സുകൾ ഉണ്ടാവും. അതോടൊപ്പം തന്നെ മതിയായ സ്റ്റാഫുകളും കൂടി
അതെ, MICU, മൊബൈൽ ഇന്റൻസീവ് കെയർ യൂണിറ്റ്. ഓക്കെ, അത് ഒന്ന് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്തേരെ, അബ്രിവേഷൻ ഒന്ന് നോട്ട് ചെയ്തേരെ. മൊബൈൽ ഇന്റൻസീവ് കെയർ യൂണിറ്റ്. ഓക്കെ, അതൊരു സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള വകുപ്പുകളാണ്. അതായത് അതിൽ എല്ലാ തരത്തിലുള്ള എക്യുപ്മെന്റ്സും ഉണ്ട്, ഒപ്പം തന്നെ മതിയായ സ്റ്റാഫുകളും ഉണ്ടാവും അല്ലെ. ഹു ആർ ക്രിട്ടിക്കലി ഇല്ലായിട്ടുള്ള പേഷ്യന്റ് ആയതുകൊണ്ടാണ് ഈ സൗകര്യങ്ങളൊക്കെ ലഭ്യമാക്കുന്നത്. ആൻഡ് ആർ യൂഷ്വലി യൂസ്ഡ് കോമ്പിനേഷൻ വിത്ത് സ്പെഷ്യലിസ്റ്റ് ട്രൈബൽ ടീംസ് ഇൻ എ ഫ്യൂ ഡെവലപ്ഡ് കൺട്രീസ്. നമുക്കറിയാം സ്പെഷ്യലൈസ്ഡ് ആയിട്ട് അല്ലെ, അവിടെ തീർച്ചയായിട്ടും എന്താണ് കോമ്പിനേഷൻ വിത്ത് സ്പെഷ്യലിസ്റ്റ് റിട്രൈവൽ ടീം. അവിടെ സ്പെഷ്യലിസ്റ്റ് ആയിട്ടുള്ള റിട്രൈവൽ ടീമിനോട് ചേർന്നിട്ടാണ് അല്ലെ നമ്മളിപ്പോ വലിയ വലിയ പ്രധാന പ്രമുഖന്മാർക്കൊക്കെ എന്തെങ്കിലും ട്രാൻസ്ഫറിംഗ് ഒക്കെ നടത്തേണ്ട അവസ്ഥ വരെയാണെങ്കിൽ ഉണ്ടാവാം അവിടെ അല്ലെ. കൺട്രികളിലൊക്കെ നമ്മൾ ന്യൂസ് ഒക്കെ കേട്ടിട്ടുണ്ട് അല്ലെ. അവിടെ ഫുൾ പാക്കേജോട് കൂടിയിട്ടായിരിക്കും രോഗിയെ ട്രാൻസ്ഫർ ചെയ്യുന്നത് അല്ലെ. ആ വ്യക്തി പ്രധാനപ്പെട്ട ഒരു വ്യക്തി ആയതുകൊണ്ട് തന്നെ എല്ലാ എക്യുപ്മെന്റ്സും അത് മതിയായ ഹെൽത്ത് ടീമുകളുടെ അംഗങ്ങളുടെ ഒക്കെ സഹായത്തോടു കൂടി തന്നെയായിരിക്കും പേഷ്യന്റിനെ ഒരു പ്ലേസിൽ നിന്ന് മറ്റൊരു പ്ലേസിലേക്ക് കൊണ്ടുപോകുന്നത്. മൊബൈൽ ഇന്റൻസീവ് കെയർ യൂണിറ്റ് പൊതുവെ ഇതിനകത്ത് പറയുന്നുണ്ട് വിത്ത് സ്പെഷ്യലിസ്റ്റ് ട്രൈബൽ ടീംസ് ഇൻ എ ഫ്യൂ ഡെവലപ്ഡ് കൺട്രീസ്. കുറച്ച് ഡെവലപ്ഡ് കൺട്രീസിലൊക്കെയാണ് ഇത്തരത്തിലുള്ള പ്രാബല്യത്തിലുള്ള എക്യുപ്മെന്റ്സും മതിയായ സ്റ്റാഫുകളുടെ ഒക്കെ സാന്നിധ്യത്തിൽ കൊണ്ടുപോകുന്നത്. അബ്രിവേഷൻ നോട്ട് ചെയ്ത് വെക്കുക. Then B, എയർ ട്രാൻസ്പോർട്ട്. അതോട് നോക്കാലോ. ണോ? നമുക്ക് നോക്കാം. എയർ ട്രാൻസ്പോർട്ട്. The use of air transport has been increasing in developed countries because of the advantages of a safety transport by including specialized medical care. നമുക്കറിയാം പെട്ടെന്നുള്ള ട്രാൻസ്പോർട്ട് നടത്തണമെങ്കിൽ സ്വിഫ്റ്റ് ട്രാൻസ്പോർട്ട് നടത്താനായിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ ഏത് ട്രാൻസ്പോർട്ട് ആയിട്ട് ഉപയോഗിക്കുക? ഏത് ട്രാൻസ്പോർട്ട് ആയിരിക്കും? എയർ ട്രാൻസ്പോർട്ട് ആയിരിക്കും അല്ലെ. പെട്ടെന്ന്, അതുകൊണ്ടാണ് പറയുന്നത് സ്വിഫ്റ്റ് ട്രാൻസ്പോർട്ട് അല്ലെ. പെട്ടെന്ന് ട്രാൻസ്പോർട്ട് നടത്തുന്നതാണെങ്കിൽ എയർ ട്രാൻസ്പോർട്ട് നമ്മൾ ഉപയോഗിക്കും. ഇൻ കേസ് നമ്മളിപ്പോ ന്യൂസിൽ ഈ ഇടയ്ക്ക് തന്നെ കണ്ടുള്ളൂ അല്ലെ, ഒരു പെട്ടെന്ന് തന്നെ ഹൃദയ ശസ്ത്രക്രിയയൊക്കെ നടത്തി ഒരു ന്യൂസ് ഉണ്ടായിരുന്നില്ലേ, എല്ലാവരും ശ്രദ്ധയിൽപ്പെട്ടോ? ഓക്കെ, ഹോസ്പിറ്റലിലാണ് നടത്തുന്നത്. ഓക്കെ, നമുക്കറിയാം ഹൃദയ ശസ്ത്രക്രിയ നടത്തി അല്ലെ. അപ്പൊ എത്രയും പെട്ടെന്ന് ട്രാൻസ്പോർട്ട് ചെയ്യുന്നത് കൊണ്ട് തന്നെ അവര് എയർ ട്രാൻസ്പോർട്ട് ആണ് അവിടെ കാണിച്ചത് അല്ലെ. അത് ആ ഒരു കാര്യം എത്രയും പെട്ടെന്ന് സ്വിഫ്റ്റ് ട്രാൻസ്പോർട്ട് ആവശ്യമാണെങ്കിലാണ് പ്രധാനമായിട്ട് എയർ ട്രാൻസ്പോർട്ട് യൂസ് ചെയ്യുന്നത്. Then there has been an improved prognosis of patients with trauma, severe myocardial infarction, and severe stroke owing to rapid provision of suitable medical care by the user of air transport. Okay. അതായത് നമ്മൾക്ക് അറിയാം അല്ലെ, കൂടുതലായിട്ട് കെയർ കിട്ടാൻ വേണം, എത്രയും പെട്ടെന്ന് രോഗിയെ എത്തിക്കുകയും വേണം എന്നുള്ളൊരു കണ്ടീഷനാണ് എങ്കിൽ അല്ലെ. ഇൻ കേസ് അത് ഏതൊക്കെ അവസ്ഥകളിലാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വരുന്നത് എന്നുള്ളതാണ് പറയുന്നത്. അതിൽ പറയുന്ന കാര്യം എന്താണ്? പേഷ്യന്റ് വിത്ത് ട്രോമ അല്ലെ, അവിടെ ബോധാവസ്ഥയിലേക്ക് പോകുന്ന പേഷ്യൻസ് ആണെങ്കിൽ, അല്ലെങ്കിൽ അതികഠിനമായിട്ടുള്ള നെഞ്ചുവേദനയൊക്കെ അനുഭവപ്പെടുന്ന രോഗികള്, അല്ലെങ്കിൽ എന്താണ് സിവിയർ സ്ട്രോക്ക് അല്ലെ, അതികഠിനമായ രീതിയിൽ സ്ട്രോക്ക് ഒക്കെ വന്ന രോഗികളാണെങ്കിൽ എളുപ്പത്തിൽ നമ്മൾ രോഗിയിൽ എത്തിക്കണം അല്ലെ. വിതിൻ ദ സെക്കൻഡിൽ കുറച്ച് ഇത്ര ടൈമിനുള്ളിൽ എത്തിച്ചു കഴിഞ്ഞാൽ മെഡിസിൻസ് കൊടുത്ത് ചിലപ്പോൾ സ്ട്രോക്ക് ഒന്നും ആ ഒന്നും ബാധിക്കാതെ തന്നെ അല്ലെ, പക്ഷാഘാതം പോലെയുള്ള അസ്വസ്ഥതകളൊന്നും ബാധിക്കാതെ തന്നെ ചിത്രത്തിലേക്ക് തിരിച്ചു വരാനായിട്ട് സാധിക്കും അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് സ്വിഫ്റ്റ് ട്രാൻസ്പോർട്ട് ആണ് എങ്കിൽ തീർച്ചയായിട്ടും എയർ ട്രാൻസ്പോർട്ട് ആയിരിക്കും പ്രിഫർ ചെയ്യുക. ഓക്കെ, ഓക്കെ, അടുത്ത ഭാഗം നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ പഠിപ്പിക്കാം. ഓക്കെ, എന്തെങ്കിലും ഡൗട്ടുകളുണ്ടോ? പ്രത്യേകിച്ച് ഡൗട്ടുകളൊന്നുമില്ല.
ഇരിക്കുകയാണ്. നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. ഓക്കെ, താങ്ക് യു.